വെൽക്കം ടു ഓൾ. നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബെൻസിൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ BSc കുട്ടികളാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MS ചെയ്യുക, ഫോളോഡ് ബൈ ഒരു നല്ല ജോലിയിൽ എത്തുക, അല്ലെ? എസ്പെഷ്യലി നമ്മളൊരു സയൻസ് ഫീൽഡിലായതുകൊണ്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പലതും നിങ്ങൾക്ക് അത്ര അപ്ഡേറ്റഡ് ആയിരിക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഓൾറെഡി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായി പഠിച്ച ആളുകളുണ്ട്. ഞാൻ IIT മദ്രാസ് നിന്നാണ് PhD ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് നേരത്തെ സംസാരിച്ച റഹീം സാറാണ്. സാർ IIT ബോംബെന്ന് ഇപ്പം എന്താണ് BSMS ഡിഗ്രി ഗ്രാജുവേറ്റഡ് ആയി. അതേപോലെ നമ്മുടെ കൂടെ ഇന്ത്യക്ക് പുറത്ത് PhD ചെയ്ത ആളുകൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ സംസാരിക്കും മാത്തമാറ്റിക്സ്. ഓക്കെ, ഞാൻ ബേസിക്കലി കെമിസ്ട്രി ആണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു സ്റ്റോറി അല്ല, ചെറിയൊരു കാര്യത്തിലൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ആക്ച്വലി ഞാൻ 2015 മുതൽ IIT മദ്രാസ്. ഓക്കെ, അപ്പൊ 15 മുതലുണ്ട്. അങ്ങനെ 2020 ആയിരുന്ന സമയത്താണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. ആ ഒരു സമയത്താണ് നമ്മൾ ബെൻസിൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടീച്ചിങ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും പറയും കേരളത്തിൽ നമ്മൾ സാക്ഷരത 99.9999. പക്ഷെ നമ്മൾ IIT-യിലൊക്കെ പോയി കഴിഞ്ഞാൽ, മദ്രാസിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ മലയാളീസ് വളരെ കുറവാണ്. എസ്പെഷ്യലി സയൻസിൽ, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സിലൊക്കെ MSc വരുന്ന ആളുകൾ ഒന്നോ രണ്ടോ പേരൊക്കെ കേരളത്തിൽ നിന്നുണ്ട്. ഈവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി കുറച്ചും കൂടെ ഉണ്ട്. വളരെ ലിമിറ്റഡ് നമ്പറാണ്. ഒരുപാട് വർഷം ഞാൻ 2015 മുതൽ അവിടെ ഉണ്ട്. 15 മുതൽ 20 വരെ എടുക്കുമ്പോൾ എല്ലാ വർഷവും ഇതേ ട്രെൻഡാണ്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IIS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയും. സയൻസിനായിട്ടുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെയും ഇതേ സിറ്റുവേഷൻ ആണ്. മാക്സിമം 1 or 0 കേരളത്തിൽ നിന്നും PG ചെയ്യുന്ന ആൾ. ഐസറിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഐസറിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പൊ അങ്ങനെയാണ് 2020 നമ്മളൊക്കെ ഫ്രീ ആയി നിൽക്കുന്ന സമയമാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഫുള്ളി ആക്റ്റീവ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് റഹീം സാറും ഞാനും, അതേപോലെ നമ്മുടെ കൂടെ കുറച്ച് ടീച്ചേഴ്സ്, ഇജാസ് സാർ, ഞങ്ങളൊക്കെ ഇനീഷ്യലി നമ്മൾ കെമിസ്ട്രി സബ്ജക്റ്റിലാണ് ക്ലാസ്സുകൾ കൊടുത്തത്. ഇപ്പോൾ കുട്ടികൾക്കായിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂർ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ക്ലാസ്സുകൾ മാത്രമല്ല, നമ്മൾ ഒരുപാട് ഓറിയന്റേഷൻ. കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു 20ഓളം കോളേജിൽ, മഹാരാജാസ് ഉണ്ട്, അതേപോലെ സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി, അതേപോലെ MES മമ്പാട്, ഒരുപാട് കോളേജിൽ നമ്മൾ ഇതുപോലെയുള്ള ഓറിയന്റേഷൻ സെഷൻസ് നടത്താറുണ്ട്. അത് ഓഫ്ലൈൻ ആയിട്ട് പോകാറുണ്ട്, ഓൺലൈൻ ആയിട്ട് നടത്താറുണ്ട്. ഇനിയിപ്പം വരുന്ന ഈ കമ്മിങ് വീക്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. CSIR നെറ്റ്, PG കുട്ടികൾ. നമ്മൾ PG ചെയ്യാനുള്ള എൻട്രൻസ് ആണ്. PG ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് CSIR നെറ്റ്, അതേപോലെ ഗെയിൻ. ഈ എക്സാമിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ. അപ്പൊ അതിലൊരു ടോക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ന് പറയാൻ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ടോക്കായിട്ടും ഓറിയന്റേഷൻ ആയിട്ടും ഈവൻ കുട്ടികൾക്കുള്ള ലെക്ചേഴ്സും ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കറന്റ് കേരളത്തിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ് ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് 2020 കാര്യമാണ്. അത് കഴിഞ്ഞ് ഇപ്പം കെമിസ്ട്രിയിൽ നമ്മൾ കഴിഞ്ഞ 2 വർഷം ക്ലാസ് കൊടുത്തു. പിന്നെ ഫിസിക്സും മാത്സും അതിനുശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കെമിസ്ട്രിയിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമ്മളൊരു അച്ചീവ് ചെയ്ത കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങളോട് കാണിക്കുകയാണ്. അതിന് 1-2 ചെറിയ ഫോട്ടോസ് മാത്രം കാണിച്ചാൽ മതി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂര് ഇത്തവണത്തെ സെലക്ഷൻ 25 സീറ്റാണ് MSc കെമിസ്ട്രി ഗവൺമെന്റ്. ആ 25 സീറ്റിൽ 14 പേര് കേരളത്തിൽ നിന്ന്. സോ ഔട്ട് ഓഫ് 25 സ്റ്റുഡൻസ് ഫ്രം ഇന്ത്യ, നിങ്ങൾക്ക് താഴെ കാണാം, 14 ആർ ഫ്രം ബെൻസിൽ, ഓർ ദാറ്റ് മീൻസ് ഫ്രം കേരള. കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത എല്ലാവരും ബെൻസിൽ നിന്ന് തന്നെയാണ്. നമുക്ക് വേറെ എവിടെയും ചോദിക്കാം. കഴിഞ്ഞ വർഷം 4 പേരെയാണ് നമ്മൾ അതിൽ 3 പേരെ, 4 പേരാണ് കേരളത്തിൽ നിന്ന് കിട്ടിയത്. കഴിഞ്ഞ വർഷം അത് 3 ബെൻസിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ 2020 വരെ 0 or 1 എന്നുള്ളതിൽ നിന്ന് മാറി ഈ വർഷം IAS-യിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ 25 കുട്ടികളിൽ 14 പേരും നമ്മുടെ കുട്ടികളുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് കൊടുത്ത കുട്ടികൾ. ഡെയിലി 1 hour ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്, എക്സാംസ് നടത്തി കൊടുക്കാറുണ്ട്. നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് മെന്റർ ആയിട്ടുള്ളത് IIT മദ്രാസിലെ ഫോർമർ HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് UV വരദരാജ് സാറാണ്.
പിന്നെ നമ്മൾ കുറെ IIT-യിലെ PhD ചെയ്ത ആളുകൾ, ബോംബെയിലെ സ്റ്റുഡൻസ്, ഡൽഹിയിലെ ആളുകളുടെ ഫിസിക്സിൽ, അതേപോലെ തന്നെ ബോംബെയിൽ മാത്സിൽ കൂടുതൽ ബോംബെ എന്നാണ്, അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ കൂടുതലും IIT മദ്രാസ് എന്നാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഔട്ട്പുട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചത്. വിത്തിൻ 2 ഇയർ 56 ബൈ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ 25-14 എന്ന് പറഞ്ഞാൽ 56% ISC ഇത്തവണ സെലക്ഷൻ കിട്ടി കേരളത്തിൽ നിന്നുള്ളത്. ഇനി നിങ്ങൾക്ക് CUET എന്ന് കേട്ടിട്ടുണ്ടാവും. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും കൂടെ നടത്തുന്ന എൻട്രൻസ് എക്സാം ആണ് CUET. ആ CUET എൻട്രൻസ് ഏകദേശം 140ഓളം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന MSc എൻട്രൻസ് എക്സാമിൽ ഈ തവണത്തെ കെമിസ്ട്രിയിലെ ഓൾ ഇന്ത്യ ടോപ്പ്, അത് OBC കാറ്റഗറി, ജനറൽ കാറ്റഗറി, ഓൾ ടുഗദർ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവരെ മാത്രമേ അവർ റാങ്ക് അനൗൺസ് ചെയ്യുള്ളൂ. വേറെ ആരും റാങ്ക് അനൗൺസ് ചെയ്യില്ല, മാർക്കുകൾ മാത്രമേ അനൗൺസ് ചെയ്യുള്ളൂ. അതിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ, കേരളയിലെ ഫസ്റ്റ് റാങ്ക് അല്ലേ, ഓൾ ഇന്ത്യയിലെ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് വിത്തിൻ ഫ്രം ബ്ലാക്ക് ഓർ ഫ്രം സീറോ നമ്മൾ അച്ചീവ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഞാൻ കുറച്ച് കാര്യം, അപ്പൊ ഞാൻ എന്താണ് ബെൻസിൽ എന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗേറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. നോർമലി PG കഴിഞ്ഞിട്ടാണ് കുട്ടികൾ എഴുതാറ്. വേണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എഴുതാന്നുള്ളൊരു സ്കോപ്പ് അവിടെ ഉണ്ട്. നിങ്ങളുടെ കോളേജ്, നിങ്ങൾ പഠിക്കുന്ന കോളേജിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ PG കഴിഞ്ഞ കുട്ടികൾ, ഇപ്പം PG സെക്കൻഡ് ഇയർ ആയിട്ടുള്ള കുട്ടികളോട് ചോദിക്കാം എത്ര പേർക്ക് ഗേറ്റ് കിട്ടി. നോർമലി ഒരു കോളേജിൽ നിന്ന് ഒരാൾ, അത് തന്നെ MSc എന്നൊക്കെയാണ് കിട്ടുക. എന്നാൽ ഇത്തവണ ബെൻസിലിൽ നിന്നും 25 കുട്ടികൾ ഗേറ്റ് PSC കുട്ടികൾ, ജസ്റ്റ് ബാച്ചിലർ കുട്ടികൾ എന്ന് പറഞ്ഞാൽ MSc പോലും ഡിഗ്രി പോലും കഴിയാത്ത കുട്ടികളാണ്. അവരെത്ര പേര് ക്വാളിഫൈ ചെയ്ത്? 25ഓളം കുട്ടികൾ ഗേറ്റ് എന്ന്. ഇവരൊക്കെ BSc സ്റ്റുഡൻസ് ആണ്. അവര് മന്ത്ലി 45,000 ജസ്റ്റ് MSc കഴിഞ്ഞാൽ, വേറെ ഒരു ജസ്റ്റ് MSc കഴിഞ്ഞാൽ മതി, ഒരു എൻട്രൻസ് എക്സാം ഇനി പാസ് ആവേണ്ട ആവശ്യമില്ല. അവർക്ക് മന്ത്ലി 45,000 വെച്ച് അവർക്ക് എന്താണ് ഫെലോഷിപ്പ് കിട്ടും. അപ്പൊ അതിന് ഞാൻ നേരത്തെ കാണിച്ച ഫിദയുടെ ഫോട്ടോ ഞാൻ കാണിച്ചിരുന്നു. ഇത് ലാസ്റ്റ് 2 വീക്ക് ബാക്ക് മനോരമയിൽ വന്ന, എന്ന് പറഞ്ഞ പേജിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക് വന്നു. അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാത്തിലും, ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ, ഈ വർഷത്തെ റിസൾട്ടാണ് ഞാൻ കാണിച്ചത്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കാണാം കേരളത്തിലെ ജാം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ, ഐസർ ട്രിവാൻഡ്രത്തിലെ ഫസ്റ്റ് റാങ്ക്, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക്, JNCSR ഫ്രം കേരള കംപ്ലീറ്റ് സെലക്ഷൻ, കുസാറ്റിലെ ഫസ്റ്റ് റാങ്ക്, ISC ബാംഗ്ലൂർ സെലക്ഷൻ കിട്ടിയ കുട്ടികൾ, MG യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക്, MG യൂണിവേഴ്സിറ്റി നാനോ ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് റാങ്ക്, എവറിഥിങ് ഫ്രം ബെൻസിൽ നായർ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ബാക്കി റിസൾട്ട് ഞാൻ ഒരുപാട് കാണിക്കുന്നില്ല. ഇത്തവണത്തെ ജാമിന്റെ റിസൾട്ടാണ്. കേരളത്തിലെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ഓൾ ഇന്ത്യ ലെവലിൽ 5 ജാമിന്റെ, കഴിഞ്ഞ വർഷത്തെ ജാമിന്റെ കേരള ടോപ്പറൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇനി ഈ തവണ ബെൻസിലിൽ നിന്നും കെമിസ്ട്രിയിൽ ജാം കിട്ടിയത് 160ഓളം പേരുണ്ട്. എല്ലാം ഞാൻ കാണിക്കുന്നില്ല. ISC ഒരുപാട് റിസൾട്ടിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി ജസ്റ്റ് NIT കാലിക്കറ്റ് ഒരു സ്റ്റാറ്റസ് ആണ്. ഏകദേശം 26 പേര് സെലക്ട് ചെയ്തതിൽ 20ഓളം പേര് ബെൻസിൽ നടത്തായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുട്ടികൾ. ഇതാണ് സ്റ്റാറ്റസ്. ഒരുപാട് ഒക്കെ ഈ വർഷത്തെ ഒരു 2 മന്ത്സ് ബാക്ക് റിസൾട്ട് വന്നപ്പോൾ ഉള്ള റാങ്കുകളാണ്. ഞാൻ ഇതിലേക്ക് പോകുന്നില്ല, ഇതവിടെ നിൽക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ടോപ്പേഴ്സ്, ഞങ്ങൾ അവര് നോർമലി നമ്മൾ ടോപ്പായിട്ട് പെർഫോം ചെയ്ത കുട്ടികളെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും വിസിറ്റിന് കൊണ്ടുപോകാറുണ്ട്. ഇത് ISC-യിലേക്ക് പോയതാണ്. ഇത്തവണത്തെ ജാമിലെ ടോപ്പേഴ്സ് ആണ്. അതുമായിട്ട് ടിഫർ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി അതും ISC ആയിരുന്നു, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെയാണ് അത് ഒന്ന് ISC ആക്കിയിട്ട് ഒന്ന് TIFR ആയിട്ട് റീറ്റെയിൻ ചെയ്തത്. അത് രണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ഇന്റർവ്യൂവിന് പോയപ്പോഴുള്ള പിക്ചറാണ്. സംസാരിക്കുന്ന ആൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇജാസ് സാർ നിങ്ങളോടൊന്ന് സംസാരിക്കും. പിന്നെ നേരത്തെ ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഫിദയാണ്. പിന്നെ ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ 7 എല്ലാവരും, നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. ഈ അടുത്ത് ഞങ്ങൾ IIT ബോംബെ പോയി. IIT ബോംബെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് നമ്മുടെ നിങ്ങളോട് നിന്ന് സംസാരിക്കുന്ന റഹീം സാറാണ് നമ്മൾ അവിടെ എന്താണ് ഇതിലെല്ലാം എൻട്രിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത്. അപ്പൊ എല്ലാം നമ്മൾ കുട്ടികളായിട്ട് ഇതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഓഫ്ലൈൻ നമുക്കൊരു ഓഫ്ലൈൻ ക്യാമ്പസും കൂടെ ഉണ്ട്. കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ഇയറിൽ ISC പോയ കുട്ടികളാണ്. അവർ കഴിഞ്ഞ 2022 നോബൽ ലോറേറ്റും ആയിട്ടുള്ളത് ഫോട്ടോ നമുക്ക് അയച്ചു തന്നിരുന്നു. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ രീതിയിലാണ്, ഞാൻ ഒരുപാട് എങ്ങനെയാണ് ക്ലാസ് എന്ന് പറയുന്നില്ല, എന്താണ് നമ്മൾ അച്ചീവ് ചെയ്തതെന്ന് കാണിച്ച ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പൊ ബെൻസിൽ ആ രീതിയിലാണ് നല്ലൊരു ഇമ്പാക്ട് കേരള സർക്കിളിൽ, അത്രയും നല്ലൊരു റിസൾട്ട് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടുത്തെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ ഇവിടുത്തെ ഒരു ലോക്കൽ കോളേജിലെ കാര്യമല്ല പറയുന്നത്, നാഷണൽ ലെവൽ എക്സാമുകളിൽ ക്രിയേറ്റ് ചെയ്ത
ഒരു ഔട്ട്പുട്ടാണ് പെൻസിൽ എന്ത് ചെയ്തു എന്നുള്ളത് ലാസ്റ്റ് ഫ്രം സീറോ ഡ്യൂറിങ് 2020, now it is 23 to 25. വിത്തിൻ 3 ഇയർ ISCയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ക്ലാസ് കയറിയാൽ 56% നമ്മുടെ കുട്ടികളാണെന്ന് പറയാം. അടുത്ത ഒരു മാസം കഴിഞ്ഞ് അവരവിടെ ജോയിൻ ചെയ്യും. ഇതാണ് സിറ്റുവേഷൻ. ഇതേപോലെ നമ്മളിപ്പോ ഫിസിക്സിൽ മെജോറിറ്റി ടീച്ചേഴ്സ് IIT ഡൽഹി ആൻഡ് IIT മദ്രാസ് എന്നുള്ള ആളുകളാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഫാക്കൽറ്റി, അത്രയും സ്ട്രോങ് ഫാക്കൽറ്റി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഒരുപാട് കോച്ചിങ് സെന്റർ ഉണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അവരെല്ലാരും ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളുടെ ഫുൾ ടീച്ചേഴ്സ് നമ്മൾ IIT ആളുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിസൾട്ട് അച്ചീവ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പൊ നമ്മുടെ മാത്തമെറ്റിക്സ് പറയുകയാണെങ്കിൽ റഹീം സാർ IIT ബോംബെ സാർ ഗ്രാജുവേറ്റഡ് ആയി. IIT ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും ഡിഫിക്കൽട്ട്. ഇപ്പൊ നിങ്ങൾ ജാം എഴുതിയിട്ട് അവിടുത്തെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻടേക്ക് നോക്കിയാൽ ജാമിലെ ആദ്യത്തെ ഒരു 30 റാങ്കിലുള്ള ആളുകളാണ് IIT ബോംബെ കിട്ടുക. പിന്നെയാണ് IIT മദ്രാസും മറ്റുള്ള IITസും. ജാമില് MSCക്ക് ഏറ്റവും ക്രീം ആയിട്ട് വരുന്നതാണ്, ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടുന്ന ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് IIT ബോംബെ. അപ്പൊ അവിടെ നിന്നാണ് റഹീം സാർ ഇപ്പൊ ഈ വർഷം പാസ് ഔട്ട് ആയി. റഹീം സാറാണ് നിങ്ങളുടെ മാത്തമാറ്റിക്സിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ. സാറാണ് നിങ്ങളുടെ മെജോറിറ്റി ക്ലാസ്സുകൾ എടുത്തു തരും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി സാർ കോൺടാക്ട് ചെയ്യും. നമ്മുടെ ഫാക്കൽറ്റി ടീം അതാണ്, സ്ട്രെങ്ത് അതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ എല്ലാം എടുക്കുന്നത്. ആ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതെങ്കിലും ക്ലാസ് മിസ്സായാൽ അത് ആപ്പിൽ കയറി അങ്ങനെ തന്നെ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് അവിടെ ഉണ്ട്. ഒന്നും നമ്മൾ ജസ്റ്റ് റെക്കോർഡഡ് ക്ലാസ് ഷെയർ ചെയ്യാറില്ല. അതേപോലെ തന്നെ എക്സാംസ്, എല്ലാ ചാപ്റ്റേഴ്സിന്റെ എക്സാംസും കാര്യങ്ങളും റുട്ടീനായിട്ട് നമ്മൾ നടത്താറുണ്ട്. ആ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് റാങ്ക് കാണാം, നിങ്ങൾ എത്ര അക്യുറസി ഉണ്ടെന്ന് കാണാം. അതേപോലെ തന്നെ അവിടെ തന്നെ സൊല്യൂഷൻസ് ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പൊസിഷനും കാര്യങ്ങളും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അതൊക്കെ നമ്മുടെ ആപ്പ് സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അപ്പം നമ്മൾ ഫിസിക്സിലും മാത്തമെറ്റിക്സിലും കെമിസ്ട്രിയിലും ഈ 3 സബ്ജക്റ്റിലും നമ്മൾ എന്താണ് ഏറ്റവും ബെസ്റ്റ് ടീച്ചിങ് സപ്പോർട്ടോടുകൂടി കുട്ടികൾക്ക് ക്ലാസ് റെഗുലറായി 1 hour ക്ലാസ് വരുന്നു. അത് നിങ്ങളൊരു ത്രൂ ഔട്ട് ഒരു 8 to 9 months അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നല്ലൊരു ഇമ്പാക്ട് നിങ്ങൾക്ക് MSCക്ക് പോകാൻ നല്ലൊരു റാങ്ക്, അതേപോലെ നമ്മുടെ BSCയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നല്ലൊരു നമ്മുടെ കുട്ടികൾക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇപ്പൊ നമ്മൾ ഇത്ര കുട്ടികൾ ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ 2 year ബാക്ക് വെരി പെത്തറ്റിക്. ഓക്കെ, അപ്പൊ ആ ഒരു സിസ്റ്റം മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇനീഷ്യേഷൻ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടും അറിയാം. ഞാനിപ്പോ നമ്മുടെ കെമിസ്ട്രിയിലെ കുട്ടികളുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞത് കെമിസ്ട്രിയിലെ ഒരു സ്റ്റുഡന്റ് തന്നെ ഒരു 10 days ബാക്ക് വിളിച്ചു. ട്രിവാൻഡ്രത്ത് നിന്നാണ്. ആളിനോട് വിളിച്ചപ്പോൾ എന്നോട് ഫീ ചോദിച്ചു, കോച്ചിങ്. ഞാൻ പറഞ്ഞു കെമിസ്ട്രിയിൽ നമ്മൾ 7,000 ആണ് വാങ്ങുന്നത്. അപ്പൊ ആളിനോട് ചോദിച്ചു മന്ത്ലി ആണോ ഫീ എന്ന് ചോദിച്ചു. നമുക്ക് അങ്ങനെ പറയുന്നതല്ല, ആളിനോട് ചോദിച്ച ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവരോട് വാങ്ങുന്നത് 25,000 ആണ്. അതേപോലെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവര് 17,000 ആണ് ഫീ വാങ്ങുന്നത് ഓൺലൈൻ ക്ലാസ്. അപ്പൊ അവരാകെ പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ച് ലൈവ് ക്ലാസ്സും അതേപോലെ ബാക്കി എല്ലാം റെക്കോർഡഡ് ക്ലാസ് ആണ്. അവരുടെ റാങ്ക് ചോദിച്ചാൽ ഞാനിപ്പോ കെമിസ്ട്രിയുടെ അവരോട് ചോദിച്ചു 1000 ബിലോ ആകെ അവർക്ക് 4 പേരാകുന്നു. അവർ വാങ്ങുന്ന ഫീ 17,000 സംതിങ് ആണ്. കെമിസ്ട്രിയില് നമ്മുടെ ബെൻസിലിൽ നിന്ന് 35 പേർക്കാണ് 1000. അവർക്ക് ആകെ ഉള്ളത് 4 പേരാണ്. അപ്പൊ നമ്മൾ വാങ്ങുന്ന ഫീ ഇപ്പൊ മാത്തമാറ്റിക്സിൽ 5,800 ആണ് വരുന്നത്. അപ്പൊ മിനിമം അല്ലെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് വാങ്ങുന്നത് എന്ന് വിചാരിച്ചപ്പോൾ ഇതിന്റെ ക്വാളിറ്റിയെ കുറച്ച് കാണരുത്. നമ്മൾ ഫീ കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത്, ഈ കോച്ചിങ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് തന്നെ എന്തിൽ നിന്നാണ്? സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു പെത്തറ്റിക് ഒരു മറ്റൊരു ആംഗിൾ എവിടേക്കും നമ്മുടെ കുട്ടികൾ എത്താത്ത അതൊരു മാറ്റം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ കോച്ചിങ് പ്ലാറ്റ്ഫോമേ തുടങ്ങിയത്. അല്ലാതെ ഇതൊരു ഞങ്ങളുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഒന്നും അല്ല. ഞങ്ങളൊക്കെ IIT ഗ്രാജുവേറ്റഡ് ആയിട്ട് പല മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഇതൊരു സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ മിനിമം ഫീ വാങ്ങും. അപ്പൊ നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഫീ കുറവായതുകൊണ്ട് ഇത് ഇവിടെ അത്ര ക്വാളിറ്റി ഇല്ല എന്നും അങ്ങനെ കാണരുത്. ഡെഫിനറ്റ്ലി യു ക്യാൻ കമ്പയർ ദ റിസൾട്ട്. പക്ഷെ ഫീ വളരെ മിനിമലോ നമ്മൾ വാങ്ങുന്നുള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർസ്പെക്റ്റീവ് വേറെയാണ്. മാക്സിമം സ്റ്റുഡൻസിനെ ഇതുപോലുള്ള ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പാരലലി ക്ലാസ് എടുക്കുന്നവർക്ക് അതിന്റെ ആപ്പ് സപ്പോർട്ട് മറ്റു സപ്പോർട്ടുകൾക്കായിട്ട് ഒരു എക്സ്പെൻസ് ഉണ്ട്. അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബെൻസിൽ എന്നുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ തന്നു. കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് എല്ലാ വിങ്ങും നമ്മളുണ്ട്.
നല്ല രീതിയിൽ പെർഫോമൻസ് ഇത്തവണ എന്താണ് നല്ല 3 നല്ല റിസൾട്ട് നമ്മൾ ചെയ്തു. മാത്സിന്റെ ഇന്റൻസീവ് ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വർഷം. കാരണം ഈ വർഷമാണ് എസ്പെഷ്യലി റഹീം സാറ് ഗ്രാജുവേറ്റഡ് ആയത്. സാർ കംപ്ലീറ്റ്ലി ഫ്രീ ആയി. സാറിന് ജാമിനും ഗേറ്റിനൊക്കെ അടിപൊളി റാങ്ക് കിട്ടണം. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഫുൾ സ്ട്രക്ചർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, റഹീം സാർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, റഹീം സാർ. ഓക്കെ, താങ്ക് യു ഋഷഭ് സാർ. എന്റെ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, സോ എന്റെ പേര് അബ്ദുൾ റഹീം. ഞാൻ IIT ബോംബെയില് ഇപ്പോ BS മാത്സ് ജസ്റ്റ് ഗ്രാജുവേറ്റ് ആയി. നേരത്തെ റംഷാദ് സാർ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഞാൻ BSMS അല്ല, IIT ബോംബെയില് BS മാത്സ് മാത്രമാണ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ IIT മദ്രാസിലോട്ട് മോസ്റ്റ് പ്രോബബ്ലി MSc മാത്സിൽ ജോയിൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു പഠനത്തിന്റെ ട്രാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചത് നാട്ടിലെ ഒരു ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു. ഞാൻ പൂക്കോട്ടൂര്, മലപ്പുറത്ത് നിന്നാണ് അവിടെയാണ് എന്റെ വീട്. സോ പൂക്കോട്ടൂര് ഗവൺമെന്റ് LP സ്കൂളിൽ ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നീട് 10ാം ക്ലാസ് വരെ ഞാൻ നവോദയ വിദ്യാലയം എന്ന് പറഞ്ഞ് എല്ലാ ജില്ലകളിലും ഓരോ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനം. സോ മലപ്പുറം ജില്ലയിലെ നവോദയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. പിന്നീട് +1 +2 സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന മഞ്ചേരിയിലുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. അവിടെ ഞാൻ ജെയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തു. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞു. JEU മറ്റ് എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതി. അങ്ങനെ JEE അഡ്വാൻസിൽ ഓൾ ഇന്ത്യ റാങ്ക് 6871 കിട്ടി. അങ്ങനെ എനിക്ക് IIT ബോംബെയിൽ മാത്സിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തു. അതിനുശേഷം 3 വർഷം ഇവിടുത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇവിടുത്തെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇവിടെ BS എന്ന 4 ഇയർ ഡിഗ്രിയാണ്. അതൊരു റിസർച്ച് ഓറിയന്റഡ് ഡിഗ്രിയാണ്. അതായത് നമ്മൾ എല്ലാ ലെക്ചറുകളും എല്ലാ ക്ലാസ്സുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് MSc-കാരുടെ കൂടെ തന്നെയാണ്. സോ ഒരു MSc സ്റ്റുഡന്റും ഒരു ഡിഗ്രി സ്റ്റുഡന്റും തമ്മിൽ ഇവിടെയുള്ള ആകെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ടീം വരുന്നത് MSc-കാർ വരുന്നത് BSc കഴിഞ്ഞതിന് ശേഷമാണ്. ഞങ്ങൾ +2 കഴിഞ്ഞ് ഡയറക്റ്റ് വന്നവരാണ്. ആ ഒരു മാറ്റമേ ഉള്ളൂ. അല്ലാതെ കരിക്കുലം എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്, 99% സെയിം ആണ്. പിന്നീട് എന്റെ BS ഫൈനൽ ഇയറിൽ ഞാൻ ഗേറ്റും ജാമെല്ലാം എഴുതി. എനിക്ക് ഗേറ്റിന് 127 റാങ്ക് ആണ് കിട്ടിയത്, ജാമിന് 265. ഇനി മിക്കവാറും ഇത് വെച്ചിട്ട് IIT മദ്രാസ് കിട്ടും, അവിടെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എന്റെ കോളേജിന്റെ ഫസ്റ്റ് ഇയർ മുതലേ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. റംഷാദ് സാർ പറഞ്ഞ പോലെ തന്നെ IIT-യിലെല്ലാം മലയാളികൾ വളരെ കുറവാണ്. എസ്പെഷ്യലി നമ്മുടെ മലബാർ ഏരിയയിൽ നിന്ന് വളരെ കുറവാണെന്ന് എനിക്കൊരു ഫീൽ വന്നു. അത് എസ്പെഷ്യലി ഞാൻ പറഞ്ഞത് പ്രത്യേകം BTech, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലാണ്. കാരണം ബ്രില്യൻ പാലയൊക്കെ ഉള്ളത് കൊണ്ട് സൗത്ത് കേരളയിൽ നിന്ന് കുറച്ചും കൂടെ കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നോർത്ത് നിന്ന് കുട്ടികൾ വളരെ കുറവായിരുന്നു. സോ അന്ന് IIT മദ്രാസിലെ കുറച്ച് അലുമിനീസ് ഒക്കെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത ടാൻജന്റ് ഓൺലൈൻ അക്കാഡമി എന്ന് പറഞ്ഞൊരു സെന്റർ ഉണ്ടായിരുന്നു, +1 +2 കോച്ചിങ് കൊടുക്കുന്ന. സോ അവരുടെ കൂടെ ഞാൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് വേറെ ചില IIT അലുമിനീസിന്റെ സ്റ്റാർട്ടപ്പുകളിൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു, ചോദ്യം 9 പോയിന്റർ എന്നൊക്കെ പറഞ്ഞ്. സോ അവിടെ ഞാൻ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ ഡിഗ്രി സ്റ്റുഡൻസിനും അതുപോലെ ഗൾഫിലുള്ള കുറച്ച് കുട്ടികൾക്കും എല്ലാം ഞാൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ടായിരുന്നു. സോ കഴിഞ്ഞ 3 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി മാത്സ് ടീച്ചിങ് ഫീൽഡിൽ ഉള്ള ഒരാളാണ് ഞാൻ. ഇത് നമ്മൾ ജസ്റ്റ് IIT ബോംബെയിലെയും IIT മദ്രാസിലെയും ഒക്കെ ചില ഫോട്ടോസ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇവിടെ നല്ല ക്യാമ്പസ് ആണ്, കാര്യങ്ങളുമാണ്. സോ ക്യാമ്പസിനെ കുറിച്ചും അവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ചും എല്ലാം പിന്നീട് വരുന്ന സ്പീക്കേഴ്സിനോട് കൂടുതലായിട്ട് സംസാരിക്കും. പിന്നെ നേരത്തെ റംഷാദ് സാർ പറഞ്ഞതിൽ എനിക്ക് ആഡ് ചെയ്യാൻ പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് ഞാനിപ്പോ പറയാണ്. സോ സാറ് പറഞ്ഞിരുന്നു ബെഞ്ചിലെ കുറച്ച് കുട്ടികളെ, ടോപ്പായിട്ട് പെർഫോം ചെയ്ത കുട്ടികളെ നമ്മൾ ഇവിടെ IIT ബോംബെ കാണിക്കാൻ കൊണ്ടുവന്നിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ ഫറൂഖ് കോളേജിൽ നിന്നുള്ള ഒരു 3 കുട്ടികൾ ഇവിടെ മുംബൈയിലുണ്ടായിരുന്നു. സോ നമ്മൾ ബെഞ്ചിൽ മാത്സ് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പരിചയപ്പെട്ട ഫറൂഖിലെ കുറച്ച് കുട്ടികളാണ്, കോഴിക്കോട് ഫറൂഖ് കോളേജ്. സോ ഫറൂഖ് കോളേജിൽ ആ 3 പേര് അവർ മുംബൈയിൽ ഉണ്ടെന്ന് കണ്ടു. അപ്പൊ ഞാൻ അവരെ മെസ്സേജ് ചെയ്തു, ക്യാമ്പസ് കാണണം, താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും എന്ന് പറഞ്ഞ്. സോ അസീം ലൈഫ് എന്ന് പറഞ്ഞ ഒരാളും പിന്നെ മറ്റേ പേര് മറന്നുപോയി, അങ്ങനെ ഒരു 3 പേരുണ്ടായിരുന്നു. അവർക്കും ഞാൻ ഇന്നലെ നമ്മുടെ ക്യാമ്പസ് എല്ലാം ചുറ്റി കാണിച്ചു കൊടുത്തു. സോ നിങ്ങൾ ജാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്, IIT-യിൽ അഡ്മിഷൻ എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്യാമ്പസ് എങ്കിലും പോയി കാണുക. അത് നമുക്ക് നല്ല മോട്ടിവേഷൻ തരും പഠിക്കാനും ആ ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്യാനൊക്കെ. സോ എന്തെങ്കിലും മുംബൈയിലോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഈ ഒരു ആഴ്ചക്കകത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ ഗ്രാജുവേറ്റ് ആയി പോവാണ്. പിന്നീട് എങ്ങാനും മദ്രാസിൽ വരികയാണെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. അപ്പൊ ക്യാമ്പസ് കാണാനുള്ള സൗകര്യമൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇനി ജാമിനെ കുറിച്ചുള്ള നമ്മുടെ മെയിൻ വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ എന്റെ ഒരു ടോക്കിൽ മെയിൻ ആയിട്ട് ജാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും പ്രിപ്പറേഷൻ ടെക്നിക്കുകളും കാര്യങ്ങളെല്ലായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നീട് വരുന്ന സ്പീക്കേഴ്സ് നിങ്ങളോട് MSc-ക്ക് ശേഷം എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ ഇവിടുത്തെ ക്യാമ്പസ് ലൈഫും കാര്യങ്ങളും എങ്ങനെയാണ്, അതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും.
ഓക്കെ, ഞാൻ സംസാരിക്കുന്ന പാർട്ട് കുറച്ചൊരു ഒഫീഷ്യൽ ഫോർമൽ ഇൻഫോർമേഷൻ ഓറിയന്റഡ് ആയിരിക്കും. അതിനുശേഷം ഉള്ളവർ കുറച്ചുകൂടെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് ഓക്കെ. സോ ജാം എന്ന് പറയുന്ന ഒരു എക്സാം കാര്യമായിട്ട് നമുക്ക് 21 IIT-കളുണ്ട്. 21 IIT-കളിലോട്ട്, അതുപോലെ IISc ബാംഗ്ലൂരിലോട്ട്, NIT-കളിലോട്ട്, അതുപോലെ ഐസറുകളിലോട്ട്, ഇവിടേക്കെല്ലാം ഉള്ള അഡ്മിഷൻ ടെസ്റ്റ് ആണ്. സോ നല്ലൊരു ശതമാനം നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് MSc ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതിൽ കവറായി. ഇതിൽ വരാത്ത വളരെ ചുരുക്കം ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കെല്ലാം സെപ്പറേറ്റ് എക്സാം ഉണ്ട്. ഫോർ എക്സാമ്പിൾ CMI, PIFR, ഇതൊക്കെ മാക്സിമം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. IMSc ഇവർക്കെല്ലാം സെപ്പറേറ്റ് എക്സാമുകളാണ്. ISI സെപ്പറേറ്റ് എക്സാം ഉണ്ട്. അതുപോലെ ഐസറുകൾ ഞാൻ ഇവിടെ 4 മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വേറെ ഒരു 3 ഐസറുകൾ കൂടെ ഉണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഐസർ ഉണ്ട്. സോ അവരുടെയൊക്കെ സെപ്പറേറ്റ് അഡ്മിഷൻ ടെസ്റ്റ് ആണ്, ജാം വഴിയല്ല. സോ ജാം വഴി അഡ്മിഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും IIT-കൾ, ഐസറുകൾ 4, IISc, പിന്നീട് NIT-കളും. ഇവിടെ എല്ലാം MSc ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ ഇന്റഗ്രേറ്റഡ് PhD-ക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇന്റഗ്രേറ്റഡ് PhD എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നു, 2 വർഷം PG ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് അവിടെ തന്നെ പിന്നീട് ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം എടുത്തിട്ട് നിങ്ങൾക്ക് PhD കൂടെ കംപ്ലീറ്റ് ചെയ്യാം. സോ അങ്ങനെയുള്ള ഒരു കോഴ്സിന് നിങ്ങൾക്ക് ജാം വഴി അഡ്മിഷൻ കിട്ടും. ഓക്കെ, ഇനി ഇത് ജാമിന്റെ ഒരു റഫ് ടൈം ലൈൻ ആണ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ വർഷത്തെ ടൈം ലൈൻ ആണ്. 2024 പഠിച്ചു കഴിഞ്ഞ എക്സാമിന്റെ. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. ബട്ട് മിക്കവാറും ഫെബ്രുവരിയിലെ സെക്കൻഡ് വീക്കിലെ സൺഡേ ആണ് മിക്കവാറും ജാം എക്സാം ഉണ്ടാവുക. അതുപോലെ ഗേറ്റ് മിക്കവാറും ഒന്നെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കില് അല്ലെങ്കിൽ ഫെബ്രുവരി സെക്കൻഡ് വീക്കില് സാറ്റർഡേയോ സൺഡേ ആയിരിക്കും ഗേറ്റും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് കൂടുതലായിട്ട് എക്സാമിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ എന്താണെന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 3 സെക്ഷൻസ് ആണുള്ളത്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C എന്നും പറയും. അതില് പാർട്ട് A എന്ന് പറയുന്നത് ചില MCQ ക്വസ്റ്റ്യൻസ് ആണ്. MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതായത് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഒരു ഓപ്ഷൻ കറക്റ്റ് ആൻസർ ആയിരിക്കും. നമ്മൾ ആ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സോ അതില് ഡയറക്റ്റ് എല്ലാ 30 ക്വസ്റ്റ്യനും ഒരേ വെയിറ്റേജ് അല്ല, ചെറിയ മാറ്റമുണ്ട്. എന്ന് പറഞ്ഞാല് അതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസിന് 1 മാർക്ക് വീതമാണ്. സോ 10 × 1 10 മാർക്കായി. പിന്നീടുള്ള 20 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമാണ്. അങ്ങനെ ടോട്ടൽ 40 മാർക്ക്. 40ഉം 10ഉം ടോട്ടൽ 50 മാർക്ക് നമ്മുടെ സെക്ഷൻ A MCQ എന്ന് വരും. ഓക്കെ, ഇനി MCQസിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യന് -1/3. നമ്മൾ തെറ്റായ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1/3 മാർക്ക് നമ്മുടെ കട്ടാവും. അതുപോലെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തെറ്റുത്തരം കൊടുത്തു കഴിഞ്ഞാൽ 2/3 മാർക്ക് 0.67 മാർക്ക് കട്ടാകുകയും ചെയ്യും. ഓക്കെ, ഇനി മറ്റൊരു സെക്ഷൻ ആണ് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ MSQ. സോ ഇതൊരു തരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഒരു തരത്തിൽ പറഞ്ഞു. കാരണം ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യന്റെ കൂടെ 4 ഓപ്ഷൻ ഉണ്ടാവും. ആ 4 ഓപ്ഷനിൽ ഒന്നിലധികം ഓപ്ഷൻസ് കറക്റ്റ് ആവാം. മിക്കവാറും ഒന്നിലധികം ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്യണം. സോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഓപ്ഷൻ എയും ബിയും ഓപ്ഷൻ ഡിയും ശരിയാണെന്ന് വിചാരിച്ചോ, ഓപ്ഷൻ സി മാത്രം തെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ A, B, D ഇത് 3 മാർക്ക് ചെയ്യണം. ഇത് 3 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അതേസമയം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മിസ് ചെയ്യുക, അതായത് എയോ ബിയോ ഡിയോ ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അറിയാതെ ഓപ്ഷൻ സി മാർക്ക് ചെയ്തു, തെറ്റായ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്തു, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 0 ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. എന്നാൽ ഇത് മിസ്റ്റേക്ക് വരുത്തിയെന്ന് വെച്ചിട്ട് നെഗറ്റീവ് മാർക്കൊന്നുമില്ല ഈ ഒരു സെക്ഷൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് പാർട്ട് C ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത് ഒരു നമ്പർ ആയിരിക്കും. അത് ഏതൊരു റിയൽ നമ്പറും ആവാം. ഏതൊരു റിയൽ നമ്പർ ആവാന്ന് പറയുമ്പോൾ ഡെസിമൽ വരാം, സ്ക്വയർ റൂട്ട് വരുന്ന നമ്പർ വരാം, എല്ലാം വരാം എന്നാണ് പറയാറ്. പക്ഷെ മിക്കവാറും റാഷണൽ നമ്പറിൽ ഒതുങ്ങും. ചെറിയ ഡെസിമലുള്ള നമ്പേഴ്സ് ഒക്കെ മിക്കവാറും വരാറുള്ളൂ. അങ്ങനെയുള്ള 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ 20 ക്വസ്റ്റ്യനിൽ 10 എണ്ണം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 10 എണ്ണം 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും. അങ്ങനെ ഒരു 30 മാർക്ക് പാർട്ട് C എന്നും വരും. അങ്ങനെ ടോട്ടൽ 50, 20, 30 ചേർത്ത് ടോട്ടൽ 100 മാർക്കിന്റെ ഒരു എക്സാം ആണ് ജാം. ഇനി ഈ ന്യൂമറിക്കൽ സെക്ഷനിലും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. കാരണം നമ്മുടെ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ 1/3 മാർക്ക് കട്ടാവും, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഓക്കെ, ഇതാണ് എക്സാമിന്റെ ഒരു റഫ് പാറ്റേൺ. ഇനി ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു സാധാരണ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാം പോലെയല്ല. ഇതിന്റെ സ്ട്രക്ചർ ഒരു തരി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യന് നെഗറ്റീവ് ഉണ്ട്, ചില ക്വസ്റ്റ്യന് നെഗറ്റീവ് ഇല്ല, ചിലത് 2 മാർക്കിന്റെ ആണ്, ചിലത് 1 മാർക്കിന്റെ ആണ്.
സോ ഇപ്പൊ നമ്മൾ ജെയ് മെയിനോ ജെയ് അഡ്വാൻസ്ഡ് അല്ല, ബട്ട് ജെയ് മെയിനോ അല്ലെങ്കിൽ മറ്റ് എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടില്ല, ഇത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നീറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രക്ചർ സെയിം ആണ്, +4 -1 0 അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ജാമിന്റെ കേസിൽ അങ്ങനെയല്ല, എക്സാം സ്ട്രക്ചർ ഒന്നും കൂടെ ട്രിക്കിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ തിയറി പഠിക്കുകയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുകയോ, ജസ്റ്റ് നമ്മൾ പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാവണം എന്നില്ല. നമുക്ക് ഒരു പ്രോപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു എക്സാം പോലെ, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യല്ല, ഒരു എക്സാം പോലെ തന്നെ എഴുതിയുള്ള പ്രാക്ടീസ് വേണം. മോക്ക് ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് വേണം. കാരണം ഓരോരുത്തർക്ക് ഓരോ ആൾക്കാർക്ക് ഒരു പ്രത്യേക സെക്ഷൻ ആയിരിക്കും ചിലപ്പോൾ നല്ല ഐഡിയ കിട്ടുക. ചിലർക്ക് MCQs ആണ് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുക. എന്നാൽ എനിക്കൊക്കെ ന്യൂമറിക്കൽ ആയിരുന്നു ആൻസർ ചെയ്യാൻ എപ്പോഴും എളുപ്പം. ഞാൻ ആ ഒരു സെക്ഷൻ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ എല്ലാവർക്കും MSQ ആയിരിക്കും ഒരു തരി ബുദ്ധിമുട്ട്. മൾട്ടിപ്പിൾ സെലക്ട്, ഒന്നിലധികം ഓപ്ഷൻസ് സെലക്ട് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് തെറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. സോ നമ്മൾ ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രോപ്പർ ജാം പാറ്റേണിൽ എഴുതുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ ഒരു തരി ട്രിക്കി ആയിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ മാത്സിന്റെ സിലബസിലോട്ട് ഒന്ന് പോവാം. ഇതുവരെ ഞാൻ ജാമിനെ കുറിച്ച് പറഞ്ഞ മിക്ക കാര്യങ്ങളും എല്ലാ സബ്ജക്റ്റുകൾക്കും ഈക്വലി അപ്ലിക്കബിൾ ആണ്. ഇനി മാത്സിന്റെ പ്രോപ്പർ സിലബസിലോട്ട് കിടക്കാം. സോ മാത്സിന്റെ സിലബസിൽ മെയിൻ ആയിട്ട് 3 സെക്ഷൻസ് ആയിട്ടാണ് ഒരു തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് സെക്ഷൻ ആണ് റിയൽ അനാലിസിസ്. സോ നിങ്ങളിപ്പോ മെജോറിറ്റി തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും ഈ മീറ്റിംഗിലുള്ളവര്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവര്. സെക്കൻഡ് ഇയറിലുള്ളവരും കുറച്ച് പേര്, ഫസ്റ്റ് ഇയറിലുള്ളവരും കുറച്ച് പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മിക്ക കോളേജുകളിലും, കേരളത്തിലെ ഒട്ടുമിക്ക കോളേജുകളിലും റിയൽ അനാലിസിസ് പഠിക്കുന്നത് തേർഡ് ഇയറിലാണ്. സോ തേർഡ് ഇയറിൽ നിങ്ങൾ സീക്വൻസ് ഓഫ് നമ്പേഴ്സ്, സീരീസ് ഓഫ് നമ്പേഴ്സ്, ഇതിനെ കുറിച്ചെല്ലാം പഠിക്കും. സോ അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ജാമിന്റെ ഒരു ഫസ്റ്റ് സെക്ഷൻ. ഈ സെക്ഷനിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പ്രസന്റേഷനിൽ തന്നെ ഓരോ ടോപ്പിക്കും വെച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട്, പഴയ പേപ്പറുകളുടെ ഒരു ട്രെൻഡ് വെച്ചിട്ട് എല്ലാം ഞാൻ കാണിക്കുന്നു. ഓക്കെ, സോ ഇവിടെ റിയൽ അനാലിസിസ് എന്ന് പറഞ്ഞ് സീക്വൻസ്, സീരീസ്, അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വരും. പിന്നെയുള്ള മറ്റൊന്നാണ് ഫംഗ്ഷൻസ് ഓഫ് വൺ റിയൽ വേരിയബിൾ. വൺ വേരിയബിൾ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വെറും f(x) എന്ന രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസിന്റെ, അതിനെ കുറിച്ച്, അതിന്റെ ലിമിറ്റ്സ്, അതിന് കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ നമ്മൾ ലിമിറ്റ്സ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ലിമിറ്റ്സ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ, ഇന്റഗ്രേഷൻ, അങ്ങനെ എല്ലാം വരും. ഇത് ആക്ച്വലി നമ്മൾ +1 +2 പഠിച്ച കാര്യങ്ങളാണ്. വൺ വേരിയബിൾ ഫംഗ്ഷന്റെ കാൽക്കുലസ് ആണ്, ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അതൊക്കെ നമ്മൾ കുറെ +2 പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഡെഫിനറ്റ്ലി പഠിക്കുന്നതാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലുണ്ടെന്നുള്ളൂ. അത് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം കവർ ചെയ്യും. ഇതാണ് റിയൽ അനാലിസിസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഒരു സെക്ഷൻ. മറ്റൊന്നാണ് അൾജിബ്രയുടെ സെക്ഷൻ. ലീനിയർ അൾജിബ്രയും പിന്നെ ഓൾജിബ്ര എന്ന് പറയുന്നത്, അതായത് ഗ്രൂപ്പ് തിയറി, റിംഗ് തിയറി, അങ്ങനെ പറയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ. നിങ്ങൾ ആ പേര് കേട്ടിട്ടില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് കുറെ ടേബുകൾ ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും തേർഡ് ഇയർ ഒക്കെ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഇതെല്ലാം കേൾക്കും. സോ ലീനിയർ അൾജിബ്ര നിങ്ങൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും. ലീനിയർ അൾജിബ്രയിൽ മെട്രിക്സുകളെ കുറിച്ച്, സോ മെട്രിക്സിനെ കുറിച്ച് നമ്മൾ +1 +2 പഠിക്കുന്നുണ്ട്. മെട്രിക്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി റാങ്ക് തിയറം, ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സിനെ കുറിച്ച് എല്ലാം നമുക്ക് പഠിക്കാൻ. പിന്നീട് ഫൈനൈറ്റ് ഡിമെൻഷണൽ വെക്ടർ സ്പേസസ്. ലീനിയർ അൾജിബ്രയുടെ ഒരു ജനറലൈസേഷൻ ആണ് വെക്ടർ സ്പേസുകൾ എന്ന് പറയുന്നത്. വെക്ടർ സ്പേസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ഒരു സബ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. അതിന്റെ ബേസിസ് എന്താണ്, ഒരു വെക്ടർ സ്പേസിന്റെ ബേസിസ് എന്താണ്, ഡയമെൻഷൻ എന്താണ്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതെല്ലാം ജാമിന് വരാറുണ്ട്. ഓക്കെ, ഇതില് ഡയമെൻഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. അതുപോലെ റാങ്ക് തിയറം യൂസ് ചെയ്യുന്നത്, ഐഗൻ വാല്യൂ, ഐഗൻ വെക്ടർ വെച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഷുവർ ആയിട്ട് സ്ഥിരമായിട്ട് വരുന്ന ടോപ്പിക്കാണ്. മറ്റൊന്നാണ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രൂപ്പ്സ് അല്ല, മാത്സിലൊരു ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. സോ അത് മിക്കവാറും ഒക്കെ തേർഡ് ഇയറിലായിരിക്കും നിങ്ങൾ പഠിക്കുക. എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ ഗ്രൂപ്പ് തിയറി നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഗ്രൂപ്പ് തിയറി എന്നൊരു ടോപ്പിക്കിൽ നിന്ന് 8-9 ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാ വർഷവും വരാറുണ്ട്. ഇനി മറ്റൊരു സെക്ഷൻ ആണ് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സോ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വൺ വേരിയബിൾ ഫംഗ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. അതായത് എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ. അതിന് പകരം ഇനി എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിൽ ഫംഗ്ഷൻസ് ഉണ്ടാവാറ്. സോ ആ ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, പാർഷ്യൽ ഡെറിവേറ്റീവ്, അതുപോലെ ടോട്ടൽ ഡെറിവേറ്റീവ്, ഇതിനെ കുറിച്ചെല്ലാം വരുന്ന സെക്ഷനാണ് ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്, 2 or 3 വേരിയബിൾ. പിന്നെ ഇന്റഗ്രൽ കാൽക്കുലസ് ഉണ്ട്, ഡിഫറൻസിയേഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ. സോ ഇത് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ, ട്രിപ്പിൾ ഇന്റഗ്രൽ, അതിനെ കുറിച്ചെല്ലാം പഠിക്കും. ആൻഡ് ലാസ്റ്റ്ലി ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന വളരെ രസമുള്ള ഒരു ടോപ്പിക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്.
ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നൊക്കെ സ്ഥിരമായിട്ട് കുറച്ച് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസും കൂടുതൽ അപ്ലിക്കേഷൻ ടൈപ്പ് നല്ല കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ജാമിന്റെ സിലബസിലുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇതിലിപ്പോ ഞാൻ പറഞ്ഞ പല ടോപ്പിക്സ് ഉണ്ടല്ലോ, ഇതിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്നുള്ളതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, സോ ഇതില് ലൈറ്റ് ബ്ലൂ കളറിലുള്ള അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. 75 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി കഴിഞ്ഞ 7 വർഷത്തെ അനാലിസിസ് ആണ്. ഓക്കെ, കഴിഞ്ഞ 7 വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഒരുമിച്ച് എടുത്തു. എന്നിട്ട് ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണെന്ന് നോക്കി. ചിലതെല്ലാം 2 യൂണിറ്റിന്റെ മിക്സർ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിൽ ഏത് യൂണിറ്റിൽ നിന്നാണോ മെയിൻ കണ്ടന്റ് വരുന്നത് അതനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആക്ച്വലി എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നും ഫംഗ്ഷൻസ് എന്നുമാണ്. സോ ഇവിടെ ഞാൻ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഫംഗ്ഷൻസ് ഓഫ് 1 വേരിയബിൾ, ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ഇതിനെല്ലാം കൂടെ ഒരൊറ്റ ചാപ്റ്റർ ആയിട്ട് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതിൽ നിന്ന് ടോട്ടൽ 96 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 7 വർഷത്തിൽ വന്നിട്ടുണ്ട്. ലീനിയർ ആൾജിബ്രയിൽ 75 വന്നിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് കാൽക്കുലസ് 45, 76 ക്വസ്റ്റ്യൻസ് ഇവിടെ റിയൽ അനാലിസിസ്. അങ്ങനെ. സോ റിയൽ അനാലിസിസും ലീനിയർ ആൾജിബ്രയുമാണ് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും മെയിൻ 2 ടോപ്പിക്കുകൾ. അപ്പൊ എന്താ 96 ക്വസ്റ്റ്യൻസ് വന്ന ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് അതിനെന്താ ഞാൻ പറയാത്ത ഒന്നുമില്ല. അത് ആക്ച്വലി ഒരു യൂണിറ്റ് അല്ല, ഒരു തരത്തിൽ അത് ഒന്നിലധികം യൂണിറ്റുകളാണ്. പക്ഷെ വളരെ സിമിലർ ടോപ്പിക്കുകൾ ആയതുകൊണ്ട് ഞാൻ രണ്ടിനെയും കൂടെ ഒരുമിച്ചെടുത്തു എന്നേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലേഷനെയും 1 വേരിയബിൾ 2 വേരിയബിൾ ഫംഗ്ഷൻസിനെയും എല്ലാം ഒരുമിച്ചായിരിക്കും പഠിക്കുക. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, സോ റിയൽ അനാലിസിസ്, ലീനിയർ ആൾജിബ്ര 2 വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളാണ്. പിന്നെ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇന്റഗ്രൽ കാൽക്കുലസ്, ODEs എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കണം. സോ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കുറവുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ്. അതിൽ ഒരുപാട് വലിയ സിലബസും ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവ്. ബാക്കി എല്ലാ യൂണിറ്റുകളിൽ നിന്നും റഫ്ലി സെയിം എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ഒരു സെക്ഷനും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിൽ ഓരോ യൂണിറ്റുകൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു വർഷം നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിറ്റ് കംപ്ലീറ്റ്ലി ടച്ച് ചെയ്യാതെ പോയി, എന്നാൽ ആ യൂണിറ്റിൽ നിന്നാണ് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് വന്നത്, അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. ജസ്റ്റ് ഒരു മിനിറ്റ്, നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ആവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ യൂണിറ്റുകളും ജാമിന് അത്യാവശ്യം ഇമ്പോർട്ടന്റ് തന്നെയാണ്. എല്ലാ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഇനി ഇവിടെ നമുക്ക് ഓരോ ഇയർ വൈസ് ഓരോ വർഷവും ഓരോ ടോപ്പിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്ന് കാണാം. സോ ലീനിയർ ആൾജിബ്രയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2018 മുതൽ ഓരോ വർഷം കഴിയുന്നതോറും ലീനിയർ ആൾജിബ്രയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറെ ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം. അങ്ങനെ ഒരു ജനറൽ ട്രെൻഡ് കാണാം. ഓൾമോസ്റ്റ് ഓരോ വർഷവും എത്ര ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിൽ നിന്ന് വരുന്നു എന്നുള്ളതിന്റെ ഒരു സമ്മറിയാണ്. ഓക്കെ, സോ ഏതൊക്കെ ടോപ്പിക്കിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജാം മാത്സ് എഴുതി കഴിഞ്ഞാൽ പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്, നമുക്ക് ജാം മാത്സ് എഴുതി കഴിഞ്ഞാൽ MSc മാത്സ് ഈ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ആക്ച്വലി ഒരു തരി പോലും ശരിയല്ല. MSc മാത്സ് അല്ലാത്ത എത്രയോ കോഴ്സുകൾ ആക്ച്വലി നിങ്ങൾക്ക് ജാം മാത്സ് എഴുതിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. സോ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാം. സോ അതിൽ ആദ്യം തന്നെ IT ബിലായിലെ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്. സോ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ MC മാത്സ് എടുത്തു കഴിഞ്ഞാൽ അത് അത്യാവശ്യം തിയററ്റിക്കൽ ആണ്. അബ്സ്ട്രാക്ട് മാത്സിനെ കുറിച്ചാണ് നമ്മൾ MSc മാത്സിൽ പഠിക്കുക. അതേസമയം മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ഒന്നും കൂടെ CS കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അത്യാവശ്യം ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു കോഴ്സാണ്. സോ നിങ്ങൾക്കൊരു പ്ലേസ്മെന്റ് എടുത്ത് ഒരു MNCയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് പ്ലാൻ എങ്കിൽ ഒരു തരത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള കോഴ്സുകൾ. പക്ഷേ അതിന്റെയും അഡ്മിഷൻ നമുക്ക് ജാം മാത്സ് വഴി തന്നെയാണ്. ഓക്കെ, സോ ജാം മാത്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു കോഴ്സിനും അഡ്മിഷൻ എടുക്കാൻ പറ്റും. സോ ജാം മാത്സ് വെറും റിസർച്ചിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ഒരു കോഴ്സ് തന്നെ അപ്ലിക്കേഷൻ സൈഡിലുള്ള കോഴ്സിന് വരെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ MSc PhD മാത്സ് IT ഭുവനേശ്വറിലുണ്ട്. ഇവിടെ നോക്കുക, അറ്റ്മോസ്ഫിയർ ആൻഡ് ഓഷ്യൻ സയൻസിൽ ജോയിന്റ് MSc PhD. ഓക്കെ, മാത്സുമായിട്ട് ഒറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയമാണ്. ഈവൻ അതിന് പോലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ IT ബോംബെയിൽ MSc മാത്സ് എടുക്കാൻ പറ്റും. സോ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് അനുരാഗേട്ടൻ സംസാരിക്കും. അനുരാഗേട്ടൻ എന്റെ കൂടെ ഇവിടെ MSc മാത്സ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം MSc ആണ് ചെയ്യുന്നത്, ഞാൻ BS ആണ് ചെയ്യുന്നത്. ബട്ട് ഞങ്ങൾ ആക്ച്വലി ക്ലാസ്മേറ്റ്സ് തന്നെയാണ്. സോ അനുരാഗേട്ടൻ നിങ്ങളോട് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കും. അതുപോലെ IT ബോംബെയിലുള്ള മറ്റൊരു കോഴ്സാണ് ഓപ്പറേഷൻസ് റിസർച്ച്. എഗെയിൻ അത് ഒന്നുകൂടെ അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ മാത്സ് പഠിക്കുന്ന ഒരു കോഴ്സാണ്. അത്യാവശ്യം പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓപ്പറേഷൻസ് റിസർച്ച്. IEOR എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര്.
അതുപോലെ ഐ ടി ബോംബെ വീണ്ടും ചില കോമഡി പരിപാടികൾ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എനർജി സയൻസിൽ നിങ്ങൾക്ക് PhD വേണം, നിങ്ങൾ ജാം മാത്സ് എടുക്കാൻ മതി. അതുപോലെ എൻവയോൺമെന്റൽ സയൻസിൽ നിങ്ങൾക്ക് PhD വേണം, അതിന് നിങ്ങൾ ജാം മാത്സ് എഴുതിയാൽ മതി. അങ്ങനെയുള്ള ചില ഓപ്ഷൻസ് കൂടെ നിങ്ങൾക്ക് ഇതുവഴിയുണ്ട്. ഓക്കെ. പിന്നെ IIT ഡൽഹിയിൽ MSc മാത്സ് ഉണ്ട്, IIT ധൻബാദിൽ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ഗാന്ധിനഗറിൽ MSc മാത്സ് ഉണ്ട്. അതുപോലെ ബാക്കി കുറച്ച് ഓപ്ഷൻസ് കൂടെ ഉണ്ട്, ഞാൻ ഓരോന്നോരോന്ന് വായിച്ചു പോകുന്നില്ല. ബട്ട് മെയിൻ ആയിട്ട് MSc മാത്സ്, അതുപോലെ ജോയിന്റ് MSc PhD, അതുപോലെ ഓപ്പറേഷൻസ് റിസർച്ച്, അപ്ലൈഡ് മാത്സ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ IIT മണ്ടിയിലെ അപ്ലൈഡ് മാത്സ് കോഴ്സ് കാണാം. പിന്നെ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, വളരെയധികം പ്ലേസ്മെന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. ഇങ്ങനെയുള്ള പല പല കോഴ്സിന് ആക്ച്വലി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ജാം മാത്സ് എഴുതാൻ. ഓക്കെ. ഇനി ജാം മാത്സ് ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക? ജാം എഴുതാൻ നിങ്ങൾക്ക് എന്ത് എലിജിബിലിറ്റി വേണം? ഒന്നുമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ചെയ്യുന്നവരായാൽ മതി. ഏതെങ്കിലും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഒന്നെങ്കിൽ കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ ഇയറിലായിരുന്നു. സോ ഇത് BSc മാത്സ് ചെയ്യുന്നവർ മാത്രമല്ല കേട്ടോ, എവിടെയെങ്കിലും BTech ചെയ്യുന്ന, ഒരു കോളേജിൽ BTech ചെയ്യുന്ന ആൾക്കും ഫൈനൽ ഇയറിൽ എഴുതാം. അതല്ല, ഫണിലി MBBS ചെയ്യുന്ന ഫൈനൽ ഇയറിലുള്ള ആൾക്ക് വരെ എഴുതാൻ പറ്റും. സോ ഏത് അണ്ടർ ഗ്രാജുവേറ്റ് UG ലെവലിലുള്ള ഏത് ഡിഗ്രി ചെയ്യുന്ന ഒരാൾക്കും ജാം ടെക്നിക്കലി എഴുതാൻ പറ്റും. പക്ഷേ MBBS പഠിച്ച ഒരാളൊന്നും ഒരിക്കലും എഴുതില്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ഏതൊരു ഡിഗ്രി എടുത്ത ഒരാൾക്കും അതിന്റെ ഫൈനൽ ഇയറിലുള്ള ആൾക്കും ജാം എഴുതാൻ പറ്റും. പക്ഷേ ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒരാളിപ്പോ എനിക്ക് സൂമില് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അയച്ചിട്ടുണ്ട് ഇഷാൻ. ഞാൻ ആ ക്വസ്റ്റ്യൻ എന്റെ ടോക്കിന്റെ എൻഡിൽ ആൻസർ ചെയ്യാം. അതുപോലെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ചാറ്റിൽ അയച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞത് എലിജിബിലിറ്റി ജാം എഴുതാനുള്ളതാണ്. ഈ ജാം എഴുതാനുള്ള എലിജിബിലിറ്റി മാത്രമല്ല, ആക്ച്വലി ജാം എഴുതിയതിനു ശേഷം ഓരോ കോളേജിലുള്ള കോഴ്സിന് അഡീഷണൽ ആയിട്ടുള്ള ചില എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ഉണ്ട്. നമ്മൾ അതുകൂടെ മീറ്റ് ചെയ്താലേ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ആ ഡീറ്റെയിൽസ് ആക്ച്വലി നമ്മുടെ സ്ലൈഡിൽ ഉണ്ട്. എവിടെയാന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു 4th കോളത്തിൽ എല്ലായിടത്തും ഓരോ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾ ഏത് കോഴ്സാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ക്രൈറ്റീരിയ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പിന്നീട് സാധാരണ നോക്കാവുന്നതാണ്. എന്തായാലും ഞാൻ PPT നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ. ഇനി ഞാൻ പ്രിപ്പറേഷനെ കുറിച്ച്, ജാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കാം. ഓക്കെ. ഇതിനെ കുറിച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അനുരാഗേട്ടനും അതുപോലെ പ്രിയ ചേച്ചിയും എല്ലാം പറഞ്ഞു. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എപ്പോഴാണ് ജാമിന് പഠിക്കാൻ തുടങ്ങാൻ നല്ല സമയം? എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും നല്ലതാ. ഫസ്റ്റ് ഇയർ തന്നെയൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജ് ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. 1ാമത്തെ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആക്ച്വലി നമ്മൾ സെക്കൻഡ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലത്. സോ ജാമിന് സെക്കൻഡ് ഇയർ മുതൽ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആൾക്കാർ അത്യാവശ്യമുണ്ട്. സെക്കൻഡ് ഇയറിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്നവർക്ക് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് എക്സ്ട്രാ വർഷം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ കൂടുതൽ ടൈം ഉണ്ട്, അവർക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾ 3rd ഇയറിന് തുടങ്ങിയാലും ഒരു പ്രശ്നവുമില്ല. മെജോറിറ്റി ആൾക്കാരും 3rd ഇയറിന്റെ തുടക്കത്തിൽ ആണ് ജാമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ തുടങ്ങിയാലും നമ്മൾ നല്ല പോലെ കുറച്ചു കാലം നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഓക്കെ. ഇനി നമ്മൾ ജാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡിഗ്രിയിൽ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാത്സിൽ പണ്ടൊക്കെ വെറും ക്വസ്റ്റ്യൻ സോൾവിങ് മാത്രമായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട്. എന്നാൽ ഡിഗ്രിയിൽ എത്തുമ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ചെറുതായിട്ട് മാത്സിലെ ഒരു തിയററ്റിക്കൽ ലെവൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ കുറച്ച് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. സോ മാത്സിലൊക്കെ നമ്മൾ ജാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ സോൾവിംഗിലാണോ ശ്രദ്ധിക്കേണ്ടത്, അതോ തിയറി മനസ്സിലാക്കുന്നതിൽ, തിയറി പഠിക്കുന്നതിലാണോ ശ്രദ്ധിക്കേണ്ടത്? സോ ജാമിന് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ആണ് ഇവഞ്ച്വലി അറ്റൻഡ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ പല ക്വസ്റ്റ്യൻസും അത്യാവശ്യം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. സോ ജാമിനെ സംബന്ധിച്ച് തിയററ്റിക്കൽ നോളജ് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ അത് അപ്ലൈ ചെയ്യാൻ അറിയാവുന്നത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് അറ്റ് ദി എൻഡ് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കും. സോ പ്രോബ്ലം സോൾവിംഗ് ആണ് ഒരു തരി മോർ ഇമ്പോർട്ടന്റ്. ബട്ട് സ്റ്റിൽ തിയറി ലെവൽ കൂടി അറിയാന്നുള്ളത് നല്ലൊരു റാങ്കിന് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. നല്ലൊരു റാങ്കിന് മാത്രമല്ല, നിങ്ങൾ പിന്നീട് IIT ജോയിൻ ചെയ്തു ഇവിടെ MSc ചെയ്യുന്ന സമയത്ത്, ആ ഒരു സമയത്തും നിങ്ങൾക്ക് തിയററ്റിക്കൽ ബേസ് നല്ലതാണെങ്കിൽ അത് വളരെ ഉപകാരം. ഓക്കെ. അത് IIT എന്ന് മാത്രമല്ല, നിങ്ങൾ ഏത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSc ചെയ്യുമ്പോഴും നിങ്ങൾ തിയറി ഡിഗ്രി ലെവലിൽ അല്ലെങ്കിൽ ജാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, ജാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്.
ആ ജാമിന്റെ എക്സാം പാറ്റേണുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആവണമെങ്കിൽ, ആ എക്സാം പാറ്റേൺ നമുക്കൊരു ശീലമായി മാറണമെങ്കിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജാമിന്റെ ടൈം വെച്ച് പ്രോപ്പർ 3 hour എക്സാം ആയിട്ട് നിങ്ങൾ ശരിക്കും തന്നെ എഴുതി നോക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയൊരു ക്വസ്റ്റ്യൻസിന്റെ പൂള് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് NBHM-ന്റെ അതുപോലെ ഗേറ്റിന്റെ, TIFR-ന്റെ, CMI-ന്റെ ഈ അഡ്മിഷൻ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ടെസ്റ്റുകളുടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടെ നിങ്ങൾക്ക് നോക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന്റെ ഈ NBHM-ന്റെയും ഗേറ്റിന്റെയും ഒക്കെ പേപ്പറുകൾ ഒരു തരി കൂടെ ഹാർഡ് ആയിരിക്കും. CMI-ന്റെയും TIFR-ന്റെയും എല്ലാം ജാമിനേക്കാൾ കുറച്ചുകൂടെ ഹാർഡ് ആയിരിക്കും ജനറലി ആ പേപ്പറുകൾ. സാധാരണ അങ്ങനെയാണ്. ഓക്കെ, ഈ വർഷം ചിലപ്പോൾ റെക്കോർഡൊക്കെ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിനെ കേട്ടിട്ടുണ്ടാവും. ഈ വർഷം ജാം മാത്സ് ഒരു എക്സെപ്ഷനലി ഹാർഡ് പേപ്പർ ആയിരുന്നു. എക്സെപ്ഷനലി ഹാർഡാന്ന് വെച്ചിട്ട് അത് നമുക്ക് പ്രശ്നമൊന്നും അല്ല കേട്ടോ. കാരണം എല്ലാ കുട്ടികൾക്കും ഹാർഡാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഈസി എക്സാമിന് ടോപ്പർ ആയിട്ട് വരേണ്ട ആൾ തന്നെയാണ് മിക്കവാറും ഹാർഡ് എക്സാമിന് ടോപ്പിൽ വരിക. വലിയ പ്രശ്നമൊന്നുമില്ല. എക്സാംസ് ഹാർഡ് ആകുമ്പോൾ എല്ലാവരുടെയും മാർക്ക് കുറയും, റാങ്കിൽ മാറ്റമൊന്നും വരില്ല. ഇവൻച്വലി നമുക്ക് റാങ്ക് കൊണ്ട് എന്തെങ്കിലും നമ്മുടെ അഡ്മിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാർക്കിനെയല്ലല്ലോ, റാങ്കിനെയാണ്. സോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സാധാരണ എല്ലാ വർഷങ്ങളിലും ജാം എക്സാമിനേക്കാൾ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള പേപ്പർ NBHM, ഗേറ്റ്, TIFR, CMI ഇവരുടെ എല്ലാം ടെസ്റ്റുകൾ. സോ ഈ ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ്. അത് നമുക്ക് ജാമിന് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നാൽ അതേസമയം നമ്മളൊരു TIFR അല്ലെങ്കിൽ NBHM-ന്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് 4 മണിക്കൂർ ഒറ്റ ക്വസ്റ്റ്യൻ കളയുന്നതിനേക്കാൾ ബെറ്റർ ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മൾ നല്ല ടാക്ടിക്സ് വെച്ചിട്ട് ഒരു ലോജിക്കലി ചിന്തിച്ചിട്ട് നമ്മൾ നല്ല ക്വസ്റ്റ്യൻസും ഹാർഡ് ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസും എല്ലാം പ്രാക്ടീസ് ചെയ്യണം. ബട്ട് ജാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കൂടെ കുറച്ചുകൂടെ വലിയൊരു പൂള് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഈ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തു പോകുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ആവാൻ അത് വളരെ ഹെൽപ്ഫുൾ. പിന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഷോർട്ട് നോട്ടുകൾ എഴുതി വെക്കുക, റിവിഷന് വേണ്ടിയിട്ട് പിന്നീട് യൂസ്ഫുൾ ആകുന്ന തരത്തിൽ. എന്റെ കൂടെ ഞാൻ ജാം പ്രിപ്പറേഷന്റെ സമയത്ത് തുടങ്ങിയതാണ് ഈ ഒരു ബുക്കിൽ എഴുതുന്നത്. ഓക്കെ, ഇത് ഫുള്ളൊന്നും ഇല്ല കേട്ടോ, മിക്കതും 4 പേജുകളാണ്, അവിടെ ഇവിടെയും കുറച്ച് എഴുതിയിട്ടുള്ളൂ. ബട്ട് ഓരോ ടോപ്പിക്കിന്റെയും ഷോർട്ട് നോട്ടുകളാണ്. ഇങ്ങനെയുള്ള ഷോർട്ട് നോട്ടുകൾ നിങ്ങളെ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ എല്ലാവരും ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും പറഞ്ഞു കൊടുക്കുന്ന സിമ്പിൾ കാര്യങ്ങളാണ്, ബട്ട് വെരി എഫക്റ്റീവ്. ഓക്കെ, വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ മുമ്പ് പറഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കൊന്നും 7-8 ക്വസ്റ്റ്യൻസ് മിനിമം എല്ലാ വർഷവും വരുന്നുണ്ട്. സോ ആ 7-8 ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നമ്മൾ മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 10-15 മാർക്കാണ്. സോ ഡെഫിനറ്റ്ലി ഏതൊരു ടോപ്പിക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ യൂണിറ്റുകളും നിങ്ങൾ കവർ ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങാനും സ്കിപ്പ് ചെയ്തൊരു ടോപ്പിക് ആവാം, അതിൽ നിന്നാവാം ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ഈസി ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ഓവറോൾ റാങ്കിനെ ബാധിക്കും. സോ എല്ലാ യൂണിറ്റുകളും ഒരു ബേസിക് ലെവലിൽ കവർ ചെയ്യാം. ബേസിക് ലെവൽ എന്നല്ല, എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം, പലരും ജാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഒറ്റയ്ക്ക് നമ്മുടെ കോച്ചിങ് ഒന്നും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് വരുത്തുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ്. ആദ്യം തന്നെ IIT ബോംബെയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏത് ബുക്കായിരിക്കും പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ IIT-യിലൊക്കെ പഠിക്കുന്ന വല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് ചോദിക്കും ഏത് ബുക്കിനാണ് ഞാൻ റിയൽ അനാലിസിസ് പഠിക്കേണ്ടത്, ഏത് ബുക്കിനാണ് ഞാൻ ഓൾജിബ്ര പഠിക്കേണ്ടത്. അപ്പൊ റോഡിന്റെയും അല്ലെങ്കിൽ ആർട്ടിന്റെയും ഒക്കെ ബുക്ക് എടുത്തിട്ട് ജാമിന് പ്രിപ്പയർ ചെയ്യാൻ നിന്ന ഒരു പേജ് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് 5-6 മണിക്കൂർ എടുക്കും. എന്ന് പറഞ്ഞാല് മാത്സിന്റെ ഏറ്റവും നല്ല ബുക്കുകൾ അല്ല ജാമിന് പലപ്പോഴും ജാമിന് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം, ജാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ആ ഒരു ലെവലിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ എടുക്കാതെ നമ്മുടെ ലെവലിലേക്ക് മെല്ലെ ചെറിയ ലെവലിലുള്ള ബുക്സ് പഠിച്ച് മുന്നോട്ട് നമ്മുടെ ലെവൽ മെല്ലെ ഉയർത്തി വന്ന് പിന്നീട് വേണം നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി, ഹൈ സ്റ്റാൻഡേർഡ്, നല്ല ടഫ് ആയിട്ടുള്ള എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ കണ്ടന്റ് ഉള്ള ബുക്കുകളിലോട്ട് എത്താൻ. സോ ഡയറക്റ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബുക്ക് എല്ലാം എടുത്തിട്ട് സമയം കളയരുത്. നമ്മൾ ഇന്റലിജന്റ്ലി അത്യാവശ്യം പ്രോബ്ലം സോൾവിംഗ് എല്ലാം കവർ ചെയ്യുന്ന നല്ല ബുക്കുകൾ സെലക്ട് ചെയ്യാം. ഈ ഇതിലെ ഓരോ ടോപ്പിക്കിനും ഏത് ബുക്കുകളാണ് പൊതുവെ റെക്കമെൻഡഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സെഷൻസിൽ നമ്മൾ പിന്നീട് പറയുന്നതാണ്. അതെല്ലാം പറയുന്നത് ഒരുപാട് ടൈം പോകും. ഓക്കെ, പിന്നെ റംഷ സാർ നേരത്തെ ഗേറ്റിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. സോ ഗേറ്റിന്റെ എക്സാം സാധാരണ എഴുതാറ് MSc കഴിഞ്ഞവരാണ് കൂടുതലായിട്ട്. കാരണം ഗേറ്റ് മാത്സ് എഴുതുന്നത് വഴി നമുക്ക് കിട്ടാവുന്ന ഒരു മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് IISc-യിലെ ഇന്റഗ്രേറ്റഡ് PhD ആണ്. ഓക്കെ, അതുപോലെ PhD ഉണ്ട്. സോ ഈ ഒരു എക്സാംസിനാണ് പൊതുവെ ഗേറ്റ് എഴുതാറ്. എങ്കിലും ഒരു ഡിഗ്രി സ്റ്റുഡന്റിനും ആക്ച്വലി എഴുതാൻ പറ്റും. ഡിഗ്രി ഫൈനൽ ഇയർ നമുക്ക് ഗേറ്റ് എഴുതാം. ഗേറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 വർഷം 3 വർഷം, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, 2-3 വർഷമാണ് അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി. സോ നമുക്ക് ഡിഗ്രി ലെവലിൽ തന്നെ ക്വാളിഫൈ ചെയ്യാം, എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗേറ്റ്. ജാമുമായിട്ട് വളരെ സിമിലർ സിലബസ് ആണ്. ജാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി ഒരു ദിവസം പോയിട്ട് ഗേറ്റ് കൂടെ എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. സോ അത്യാവശ്യം സിമിലർ എക്സാം ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതൊന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതല്ലാതെ ഒരുപാട് എക്സാമുകൾ ഉണ്ട് നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട്, ജാമും ഗേറ്റും അല്ലാതെ പല എക്സാമുകളും നമ്മൾ മാത്സിന് വേണ്ടിയിട്ട് എഴുതേണ്ട എക്സാമുകളുണ്ട്. ബട്ട് അതിനെ കുറിച്ചെല്ലാം പറയാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല. ഓക്കെ, ഇനിയും വേറെ സ്പീക്കേഴ്സ് ഉള്ളതല്ല. ഇനി ഞാൻ നമ്മുടെ കോഴ്സിനെ കുറിച്ചും കൂടെ ജസ്റ്റ് അതിന്റെ ബേസിക് ഡീറ്റെയിൽസും കൂടെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമ്മൾ 2025 ജാമിനുള്ള എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ഫെബ്രുവരിയിൽ നടക്കുന്ന ജാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക, മെയ് 11-നാണ്. ഓക്കെ, മെയ് 11-ന് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നേരത്തെ റംഷാദ് സാറ് പറഞ്ഞ പോലെ തന്നെ ഓൺലൈനായിട്ട് സൂമില് ലൈവ് സെഷൻസ് ആയിരിക്കും. സോ ഒരു ദിവസം 1 hour ലൈവ് സെഷൻ ഉണ്ടാവും. അങ്ങനെ ആഴ്ചയിൽ 5-6 ദിവസം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ലൈവ് ക്ലാസ്സുകൾ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിങ്സും നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ. സോ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് പിന്നീട് കാണാം. എപ്പോഴും നമ്മുടെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് സജസ്റ്റഡ് ആയിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സോൾവ് ചെയ്യാം. സോ പഠിക്കാൻ ഒരു തരത്തിൽ എളുപ്പം ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ ക്ലാസ്സും ദയവായിട്ട് അറ്റൻഡ് ചെയ്യാം. ബട്ട് റെക്കോർഡഡ് ക്ലാസ് കാണാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരുപാട് എക്സാംസും കാര്യങ്ങളും നടത്തും. നമ്മൾ ഓരോ യൂണിറ്റ് ഫിനിഷ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മന്ത്ലി ആയിട്ടോ വീക്ക്ലി ആയിട്ടോ അങ്ങനെ ഏതാണോ നമുക്ക് ആവശ്യം, എന്താണോ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ആ ലെവലിൽ നമ്മൾ ടെസ്റ്റുകൾ നടത്തും. സോ നമ്മൾ യൂണിറ്റ് വൈസ് ടെസ്റ്റുകൾ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്ത് വെക്കും. അതുപോലെ ഫുൾ ലെങ്ത് എല്ലാ ഫുൾ സിലബസും കവർ ചെയ്യുന്ന എക്സാമുകളും നമ്മുടെ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ ആ എക്സാംസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എക്സാംസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ MCQ എക്സാമിന് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്റ്റീവ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ്. സോ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ ടീച്ചേഴ്സിനെയും ക്ലാസ് നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസിനെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം അവർക്ക് കഴിയുന്നതിന്റെ എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഇത് എന്റെ കേസ് പറഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ പൊതുവെ വരുന്ന മെസ്സേജുകൾക്കെല്ലാം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പലരും എന്നെ പല കാര്യങ്ങൾക്കും മുമ്പ് കോൺടാക്ട് ചെയ്തിട്ടുള്ളവരാണ്. നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം. സോ അപ്പൊ അറിയുന്നുണ്ടാവും എത്ര പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചോദിച്ചു കഴിഞ്ഞാൽ, ഡൗട്ട്സ് ഉള്ള സമയത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ വാട്സപ്പ് വഴി ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇപ്പോൾ മാത്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനാണ് ഫാക്കൽറ്റി ആയിട്ട് ഉണ്ടാവുക. ഇനി നമ്മൾ മുന്നോട്ട് മറ്റു ടോപ്പിക്കുകൾ എടുക്കാൻ നമ്മൾ പുതിയ ഫാക്കൽറ്റീസിനെ കൊണ്ടുവരും. അതിൽ CMI, IIT അങ്ങനെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, സോ ഫാക്കൽറ്റീസ് എല്ലാം നല്ല നോളജബിൾ ആയിട്ടുള്ള നല്ല ടീച്ചിങ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരിക്കും. അതിലൊന്നും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി നമ്മുടെ ഫീസ് റംഷാദ് സാറ് പറഞ്ഞ പോലെ നമ്മുടെ ടോട്ടൽ കോഴ്സ് ഫീസ് 5800 ആണെന്ന് പറഞ്ഞു. സോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. ഇതിന്റെ അഡ്മിഷൻ എടുക്കാനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഗൂഗിൾ ഫോമും കാര്യങ്ങളും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ പിന്നീട് അയക്കുന്നതാണ്. സോ നിങ്ങൾ നമ്മുടെ കോഴ്സിന് ഇപ്പൊ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ അതിന്റെ 50%, റഫ്ലി 50% ഫീസ് എന്ന രീതിയിൽ നേരത്തെ 5000ന്റെ 50%, ഓൾമോസ്റ്റ് 3000. സോ നിങ്ങൾ ഫസ്റ്റ് ടേം ആയിട്ട് 3000 rupees ഫീ പേ ചെയ്തിട്ട് നമ്മുടെ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്പിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്ക് നമ്മൾ ആപ്പിലോട്ട് ആക്സസ് കൊടുത്തിട്ടില്ല. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിനായിട്ട് മുമ്പായിട്ട് എല്ലാവർക്കും ആപ്പിലോട്ട് ആക്സസ് തരും. അങ്ങനെ നമ്മുടെ കോഴ്സിന്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പകുതി ഫീസ് പേ ചെയ്യാന്നുള്ളതാണ്. ഇനി അങ്ങനെ നിങ്ങൾ 3000 പേ ചെയ്ത് അഡ്മിഷൻ എടുത്തു, നമ്മൾ 11th ക്ലാസ് തുടങ്ങി, ഒരാഴ്ച ക്ലാസ്സുകൾ നടന്നു. ഈ ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ തോന്നുകയാണ് ക്ലാസ്സുകൾക്ക് ക്വാളിറ്റി ഇല്ല, നിങ്ങൾക്ക് വേണ്ടത്ര എക്സ്പെക്ട് ചെയ്ത അത്ര നല്ല ക്ലാസ്സുകളല്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങൾ ഫീസ് അടച്ചത് അത്രയും ഫീസ് നമ്മൾ റീഫണ്ട് ചെയ്യും. ഓക്കെ, സോ ക്ലാസ് തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് കേട്ട് നോക്കാം. അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഫീസ് റീഫണ്ട് ചെയ്ത് തരാം. ഓക്കെ, ഇനി അതല്ല, ചിലർക്ക് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ജസ്റ്റ് ക്ലാസ് കേട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് മാത്രം 3000 ഒക്കെ പേ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഓപ്ഷൻ കൂടെ വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വെറും 500 രൂപ മാത്രം പേ ചെയ്താൽ മതി. പക്ഷെ അതിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഈ 500 രൂപ പേ ചെയ്തത് വെച്ചിട്ട് നിങ്ങൾക്ക് 2 വീക്ക് 2 ആഴ്ച ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. 2 ആഴ്ച ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളുമായിട്ട് കണ്ടിന്യൂ ചെയ്യണം, നമ്മുടെ കോഴ്സിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ടോട്ടൽ ഫീസിന്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യും.
നിങ്ങൾക്ക് ആ ടോട്ടൽ 3000 റിമൈനിങ് 2500 2500 കൂടെ അടച്ചിട്ട് നമ്മുടെ കോഴ്സിന്റെ പാർട്ടായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ again ഇങ്ങനെ വരാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല, നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം, 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ബട്ട് നിങ്ങൾ 500 പേ ചെയ്തിട്ട് 2 വീക്കിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 500 നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കില്ല. അത് ആ 2 ആഴ്ചത്തെ ക്ലാസിന്റെ ഫീസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് ഈ 2 രീതിയിലാണ് നമ്മുടെ ഫീ സ്ട്രക്ചർ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വല്ല കൺഫ്യൂഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 11-നാണ്. ഓക്കെ, സോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെയ് 11-ന് മുമ്പ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സുകൾ മിസ് ആവുമല്ലോ. അത് ഉള്ളതിനേക്കാൾ നല്ലത് സ്റ്റാർട്ടിങ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലേ, നമ്മൾ ഡിലേ ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ലല്ലോ, പിന്നീട് റെക്കോർഡിംഗ് കാണണം, അതെല്ലാം ബുദ്ധിമുട്ടായി. സോ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവര് മെയ് 11-ന് മുമ്പ് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി എനിക്ക് ചാറ്റിൽ അയച്ചവരുടെ ഒന്ന് ആൻസർ ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് ഞാൻ എന്താ പറയാം. സോ ജാം മാത്സ് വെച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പേജ് കിട്ടുന്നു. സോ ഞാൻ നേരത്തെ ജാം മാത്സ് വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ ഡയറക്റ്റ് കിട്ടാവുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാണിച്ചു. അതിലെവിടെയും സ്റ്റാറ്റിസ്റ്റിക്സ് പേജിനെ കുറിച്ച് പറയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജാം മാത്സിലുള്ള പോലെ തന്നെ ഒരു ജാം സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ജാം സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫറെന്റ് തന്നെയാണ്, വേറെ തന്നെയാണ്. സോ നിങ്ങൾക്ക് PG സ്റ്റാറ്റിസ്റ്റിക്സിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ജാം സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതണം. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, വല്ല എക്സെപ്ഷണൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് അറിയില്ല, ബട്ട് IITs അതുപോലെ IISc അങ്ങനെയുള്ള സ്ഥലങ്ങൾ, IISc നോട്ട് ഷുവർ, ആക്ച്വലി IITs പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് PG ചെയ്യണമെങ്കിൽ നിങ്ങൾ ജാം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എഴുതേണ്ടത്, ജാം മാത്സ്. ഓക്കെ, നെക്സ്റ്റ് MSc ഫസ്റ്റ് ഇയർ പഠിക്കുന്ന, ഇത് ഞാൻ ഇഷാനുള്ള ആൻസർ ആയിരുന്നു, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വല്ല ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ again ചാറ്റിൽ ഇട്ടാൽ മതി. നെക്സ്റ്റ് മെർവിൻ ഡെന്നിസ് ചോദിക്കുന്നു, MSc ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ആൾക്കാർക്ക് ജാം എഴുതാൻ പറ്റുമോ? ഇത് ആക്ച്വലി ഒരു തരി ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് എഴുതാൻ പറ്റും, MSc ഫസ്റ്റ് ഇയർ ഉള്ളവർക്കും എഴുതാൻ പറ്റും. ഇനി എവിടെയെങ്കിലും ഇതിന്റെ വല്ല നൂലാമാലകൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ആക്ച്വലി അന്വേഷിച്ചിട്ട് വേണം. കാരണം ഇതൊരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ, സാധാരണ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ അല്ല MSc ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇയറിന് ശേഷം ജാം എഴുതുന്നത്. ഓക്കെ, അത് പറ്റുമെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പല്ല, ബട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് എഴുതാൻ പറ്റേണ്ടതാണ്. അതിന് ഞാനൊരു കൺഫർമേഷൻ ഞാൻ ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് ജാമിന്റെ ഓഫീസ്, ഞാനിപ്പോൾ IT ബോംബെയിലാണ്, ഇവിടെ ഒരു ജാമിന്റെ ഓഫീസ് ഉണ്ട്, ഞാൻ ഓഫീസിൽ ഒന്ന് ചോദിച്ചതിന് ശേഷം കൺഫേം ചെയ്യാം. ഇതൊരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, ഇതിന്റെ ഒരു 100% കോൺഫിഡന്റ് ആൻസർ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല, ബട്ട് ഐ ആം 99% ഷുവർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന്. ഓക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് എഴുതാൻ പറ്റും. സോ ഇറ്റ് ഷുഡ് ബി പോസിബിൾ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റിൽ അയച്ചു വെച്ചാൽ മതി, നമ്മൾ ഇതില്. ഇനി നെക്സ്റ്റ് ഞാൻ പ്രിയ ചേച്ചിയെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. പ്രിയ ചേച്ചി ദേവഗിരിയിൽ ഡിഗ്രി ചെയ്ത് പിന്നീട് IIT മദ്രാസിൽ MSc ജോയിൻ ചെയ്തു. അതിനുശേഷം റിസർച്ചിൽ കണ്ടിന്യൂ ചെയ്യാം, PhD ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പൻഹാഗനിൽ ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സോ നിങ്ങളെല്ലാം പോലെ നാട്ടിലെ ഒരു കോളേജിൽ ഡിഗ്രി പഠിച്ചു, എന്നിട്ട് IIT മദ്രാസിൽ പോയി PGക്ക്, അതിനുശേഷം ഇപ്പോ വിദേശത്ത് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ MScക്ക് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതുപോലെ ഇപ്പൊ പുറത്ത് PhD ചെയ്യുന്ന ആളെന്ന രീതിക്ക് നിങ്ങളോട് കോളേജിലുള്ള ഇപ്പൊ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ BSc പഠിക്കുന്നവരോട് ചേച്ചിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അതെല്ലാം ചേച്ചി നിങ്ങളുമായിട്ട് സംസാരിക്കും. അതുപോലെ റിസർച്ചിനെ കുറിച്ച് ഉള്ള ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രിയ ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സോ ഞാൻ മൈക്ക് പ്രിയ ചേച്ചിക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു ആദ്യമായിട്ട് എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിനും അതുപോലെ നിങ്ങളോട് എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തതിന് വളരെ നന്ദി. സോ എന്റെ പേര് പ്രിയ, ഞാൻ ദേവഗിരി കോളേജിലാണ് BSc പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ IIT ജാം എഴുതിയിട്ടാണ് IIT മദ്രാസിൽ MSc പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളെല്ലാരും ഇപ്പോ BSc ചെയ്യുന്ന കുട്ടികളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ MSc നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കേണ്ടത്, അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, എല്ലാവർക്കും റിസർച്ചിന് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിക്കോളണം എന്നില്ല, അല്ലെങ്കിൽ അതായിരിക്കാം താല്പര്യം, അല്ലെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ജോലി വേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ MSc നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ ഏറെയാണ്.
ഇപ്പൊ ഞാൻ ഫസ്റ്റ് റിസർച്ചിന്റെ കാര്യം പറയാം. ഇപ്പൊ എനിക്ക് പണ്ട് മുതലേ റിസർച്ചിന് പോകാനായിരുന്നു താല്പര്യം. അപ്പോൾ നമ്മൾ IIT പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഇയർ കുറച്ച് കമ്പൽസറി ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും പഠിക്കുക. അതായത് നമുക്ക് ഓപ്ഷൻ ഒന്നുമില്ല, അവർ പറയുന്ന കോഴ്സ് വർക്ക് എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ നമുക്ക് എലക്ടീവ്സ് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ചുള്ള കോഴ്സ് ചൂസ് ചെയ്യാം. അപ്പൊ എനിക്ക് അനാലിസിസ് ആയിരുന്നു ഇഷ്ടം. അപ്പൊ ഞാൻ ആ ഒരു കോഴ്സുകളാണ് ചൂസ് ചെയ്തത്. അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സുകൾ പഠിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ആ ഒരു ഡിഗ്രിയിൽ എന്താ പറയാ, നമുക്കൊരു വേണ്ട രീതിയിൽ ആ ഡിഗ്രീനെ മാറ്റാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് അനാലിസിസ് ആണ് താല്പര്യം, അല്ലെങ്കിൽ ആൾജിബ്ര ആണ് താല്പര്യം, നിങ്ങൾ MSc കയറി കഴിഞ്ഞിട്ട് കേട്ടോ, ഇപ്പൊ എന്നെ കുറച്ച് ബോധേഡ് ആവണ്ട. അല്ല, നിങ്ങൾക്ക് അപ്ലൈഡ് ഫീൽഡ് ആണ് താല്പര്യം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്താൽ മതി. നിങ്ങൾ ഈ പ്യുവർ ആയിട്ടുള്ള തിയറി പഠിക്കേണ്ട ആവശ്യമില്ല. അല്ല, നിങ്ങൾക്ക് തിയറി ആണ് ആവശ്യം പറഞ്ഞാൽ അങ്ങനത്തെ കോഴ്സുകൾ എടുക്കാം. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ നാട്ടിലൊക്കെ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എലക്ടീവ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ടീച്ചേഴ്സ് ആയിരിക്കും എലക്ട് ചെയ്യുക, നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാവില്ല അതിൽ. അപ്പൊ അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ റിസർച്ചിന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാസ്റ്റേഴ്സ് തീസീസ് ആണ്. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തിലൊക്കെ നമുക്ക് ഒരു വർഷമൊക്കെ മാസ്റ്റേഴ്സ് തീസീസിന് വേണ്ടി സമയം കിട്ടും. ഇപ്പൊ ബാക്കിയുള്ള സ്ഥലം പറഞ്ഞാൽ ഞാൻ ജർമ്മനി, ഫ്രാൻസ് അങ്ങനെയൊക്കെ ആട്ടോ പറയുന്നത്. അവിടെയൊക്കെ നമുക്ക് ഒരു വർഷം ഈ മാസ്റ്റേഴ്സ് തീസീസിന് ഒരു സമയം കിട്ടും. അപ്പൊ അവര് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മാസ്റ്റേഴ്സ് തീസീസ്. പക്ഷെ നമ്മുടെ നാട്ടില് മാസ്റ്റേഴ്സ് തീസീസ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് കേട്ടോ. നിങ്ങൾ ഐസറിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് BSMS പ്രോഗ്രാമിനൊക്കെ ലാസ്റ്റ് ഒരു വർഷം നിങ്ങൾക്ക് പ്രോജക്റ്റിന് സമയം കിട്ടും. പക്ഷെ ഈവൻ IIT പോലും നമ്മൾ ഒരു 4-5 കോഴ്സ് ചെയ്യുന്നതിന്റെ കൂടെ ചെയ്യുന്നതാണ് ഈ മാസ്റ്റേഴ്സ് പ്രോജക്ട് എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും അത് നമ്മളൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു എന്താ പറയാ, തേർഡ് സെമ്മിൽ തന്നെ ഒരു സെമിനാർ, IIT മദ്രാസിന്റെ കാര്യമാണ്, തേർഡ് സെമസ്റ്ററിൽ നമുക്കൊരു സെമിനാർ പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാൻ പറ്റും. അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാസ്റ്റേഴ്സ് തീസീസിനുള്ള ബേസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു വർഷം തന്നെ കിട്ടും അത് ചെയ്യാൻ വേണ്ടി. പക്ഷെ കുറച്ച് കോഴ്സുകൾ എക്സ്ട്രാ നമുക്ക് പഠിക്കേണ്ടി വരും. പക്ഷെ എന്നാലും നല്ലൊരു ഫാക്കൽറ്റീന്റെ കീഴിൽ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസർച്ച് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല എന്താ പറയാ, ഒരു ബുക്ക് വായിച്ച് മനസ്സിലാക്കുന്നതിനുപരി റീസെന്റ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പേപ്പേഴ്സും അതേപോലെ ആർട്ടിക്കിൾസും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എന്താ പറയാ, അറ്റ് ദ എൻഡ് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പൺ പ്രോജക്റ്റിലേക്ക് വരെ എത്തിപ്പെടാനുള്ള ഒരു രീതിയിൽ നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. അപ്പൊ അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം. കാരണം നമ്മൾ അബ്രോഡിലൊക്കെ നിങ്ങൾ PhD അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ഈ മാസ്റ്റർ തീസിസ് നല്ല രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യും. കാരണം ഇവിടെയൊക്കെ അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഒരു കോളേജിൽ നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ അവർ അത്രത്തോളം എനിക്കറിയില്ല, അത് കോളേജിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യായിരിക്കും. എന്നാലും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടും ഇതേപോലെ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചെയ്യണം എന്നില്ല. അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും നമുക്ക് അവിടെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മാസ്റ്റേഴ്സ് തീസിസ് എന്ന് പറയുന്നത്. അപ്പോ അതൊരു നല്ല രീതിയിൽ ചെയ്യാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് റിസർച്ചിന് പോകാനാണ് താല്പര്യം, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിനൊന്നും അതിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ, നമ്മളൊരു കാര്യം മനസ്സിലാക്കി പഠിക്കണം, അല്ലാതെ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാതെ അത് എന്താണെന്ന് മനസ്സിലാക്കി കൂടുതൽ അത് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊന്നും അത്ര താല്പര്യം ഇല്ലാത്തവരായിരിക്കും. അപ്പൊ നമ്മളൊരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ കിട്ടും. മീൻസ് റിസർച്ചിനാണെങ്കിലും ആ ഒരു നമ്മളുടെ അതേ മൈൻഡ് സെറ്റ് ഉള്ള, അതേപോലെ റിസർച്ചിന് വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ കിട്ടും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ IIT-ലൊക്കെയാണ് നമുക്ക് 6 കോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ 6 കോഴ്സ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു പ്രഷറായിരുന്നു. അപ്പൊ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത കാര്യം വേറൊരാൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ചിലർക്കൊക്കെ നാച്ചുറലി, എന്റെ ഫ്രണ്ട്സ് ആൾജീബ്ര നന്നായിട്ട് അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ആൾജീബ്ര എനിക്ക് അത്ര ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ആ ആൾജീബ്രയൊക്കെ ഞാൻ അവരായിട്ട് ഡിസ്കസ് ചെയ്താണ് പഠിച്ചത്. കാരണം അവർക്ക് ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് അവർക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. കുറച്ചുകൂടെ നമ്മളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആവും. അപ്പൊ അങ്ങനത്തെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാൽ നമുക്ക് കിട്ടും. ഇപ്പൊ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളൊരു 4-5 പേര് റിസർച്ച് ചെയ്യണം നല്ല ആഗ്രഹമുള്ള
ആൾക്കാരായിരുന്നു. അപ്പൊ നമ്മൾ പല കോഴ്സും സെക്കൻഡ് ഇയർ ആയപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോഴ്സ് ഒക്കെ എടുത്തു. അത് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു. അല്ലിപ്പോ ഞാനിപ്പോ ഇവിടെ കോപ്പൻഹാഗനിൽ റിസർച്ച് ചെയ്യാണ്, അല്ലെ രണ്ടുപേര് US റിസർച്ച് ചെയ്യാണ്, ഒരാളും കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യും. അപ്പൊ ബാക്കി 3 പേരും US റിസർച്ച് ചെയ്യാണ്, ഞാൻ ഇവിടെ റിസർച്ച് ചെയ്യണം. അപ്പൊ അതെന്താ പറയാ, ഒരു നമ്മൾ ടുഗദർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ റിസർച്ച് ചെയ്യണം പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ കുറെ പേരായിട്ട് ഒരു കമ്പൈൻ ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കിട്ടുക. ഞങ്ങൾ ആരാണെങ്കിലും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അത് നടന്നിട്ടുണ്ടാവില്ല. കാരണം അതിന് കുറെ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഇതൊരു കമ്പൈൻ എഫേർട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ കിട്ടാൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി നിങ്ങൾ റിസർച്ച് നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്കൊരു ജോബ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ജോബ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ ഒരു താല്പര്യമാണെങ്കിലും ഈ IIT-കളിലൊക്കെ നമുക്ക് ഒരുപാട് പ്ലേസ്മെന്റ്സ് ഒക്കെ വരാറുണ്ട്. അതിൽ തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് പോയി കമ്പനിയിൽ അപ്ലൈ ചെയ്ത് അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല. നിങ്ങൾ പ്ലേസ്മെന്റ് ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ എന്താ വെച്ചാൽ പ്രൊസീജിയർ ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി കൃത്യമായിട്ട് അറിയില്ല. എന്നാലും നമുക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പ്ലേസ്മെന്റിൽ ഇരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ട രജിസ്ട്രേഷൻ എന്താ വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. ഏത് കമ്പനിയാണ് വരുന്നത്, ഇന്നതാണ് അവരുടെ സിലബസ് ആണ്, അതേപോലെ തന്നെ ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂവിന് സിലബസ് ഇതാണ്. അതേപോലെ തന്നെ അവിടെ ധാരാളം ആൾക്കാർ വന്നിട്ട് അതിന് വേണ്ടി എന്താ പറയാ കോച്ചിങ്ങും കൂടി ഒരുപാട് പേര് നടത്തിയിട്ടുണ്ട്. അതേപോലെ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണം അതിനെ പറ്റിയൊക്കെ ധാരാളം ഓറിയന്റേഷൻ പോലത്തെ ക്ലാസ്സുകളും എല്ലാം നടക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ നല്ല താല്പര്യം എന്നിരുന്നെങ്കിൽ പോലും നിങ്ങൾ എനിക്കിപ്പോ IIT മദ്രാസിനെ പറ്റി എനിക്ക് ഇത് അറിയുള്ളൂ, ചെയ്ത നമുക്ക് ഇഷ്ടത്തിനുള്ള കോഴ്സ് എടുക്കാം. അപ്പൊ നിങ്ങൾ ഈ തിയറി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള എന്താ പറയാ ഡാറ്റ സയൻസ്, അതേപോലെ ഓർമ്മയില്ല എന്നാലും കുറച്ച് കോഴ്സുകൾ ഉണ്ടാവും. എന്തായാലും ഈ പ്ലേസ്മെന്റിൽ ഇരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോഴ്സുകളൊക്കെ ഉണ്ടാവും. ആ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിനുള്ള ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറയാൻ വന്നത്, നിങ്ങളിപ്പോ റിസർച്ചിന് പോവാണെങ്കിലും അല്ലാതെ ഒരു ജോബ് പ്ലേസ്മെന്റിന് പോവാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ നമ്മളൊരു മാത്തമാറ്റിക്കലിയും അതേപോലെ നമ്മളൊരു പേഴ്സണാലിറ്റി തന്നെ മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇതെല്ലാം നോക്കിക്കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോ റിസർച്ചിന് പോകുമ്പോൾ നിങ്ങൾ അതൊരു ജോബായിട്ട് തന്നെ കാണുക. അതും കൂടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം ഇവിടെയൊക്കെ PhD സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ജോബാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റുഡന്റിന്റെ ഒരു കുറച്ച് ഇളവുകളും ലഭിക്കും, അതേപോലെ പക്ഷെ ഇതൊരു ജോബ് പോലെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് സാലറി എല്ലാം ഒരു ജോബിന്റെ രീതിയിലാണ് കിട്ടുന്നത്, അതുപോലെ നമ്മൾ ടാക്സും എല്ലാം അടയ്ക്കണം. അപ്പൊ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ജോബ് പോലെ തന്നെയാണ്. അപ്പൊ നമ്മുടെ അവിടെ എന്താ പറയാ സ്റ്റൈഫൻഡ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. എനിക്ക് CSIR-നൊക്കെ എനിക്കൊന്ന് 35 എത്രയാണ് മാസം കിട്ടുന്നു തോന്നും. അതുകൊണ്ട് അതും ഒരു ജോബ് പോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അത് പേടിക്കേണ്ട ആവശ്യമില്ല. മീൻസ് റിസർച്ചിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏൺ ചെയ്യാൻ പറ്റില്ലേന്ന് അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു PMRF ഫെലോഷിപ്പ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം 60,000 ഒക്കെയാണ് കിട്ടുക. ഇന്ത്യൻ രൂപ 60,000 ആണ് കിട്ടുക. പിന്നെ തേർഡ് ഇയറിൽ എന്തോ 80,000 ആവും, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ PMRF ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ അതേപോലെ നല്ല സ്കോളർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതും ഒരു ജോബ് പോലെ തന്നെയാണ്. പക്ഷെ റിസർച്ച് പറയുമ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ജോബിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും. അപ്പം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ MSc നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാകുമ്പോൾ അതിന്റെ ഒരു വാല്യൂ എന്തായാലും കൂടും. അപ്പൊ അതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു MSc നല്ലൊരു നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അത് എന്തായാലും നിങ്ങളുടെ കരിയറിൽ അതൊരു വളരെ എന്താ പറയാ നല്ലൊരു കാര്യമായിരിക്കും. നമ്മൾ എവിടെ നിന്ന് MSc ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുമ്പോൾ അത് ഭാവിയിലുള്ള ജോലിക്കും എല്ലാത്തിനും വളരെ ഒരു മികച്ചൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും MSc നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടാനായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റത്തെ ലക്ഷ്യം. ഇനി അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു റിസർച്ചും പ്ലേസ്മെന്റ്സും ഉണ്ട്. അപ്പൊ പ്ലേസ്മെന്റ്സിനെ പറ്റി എനിക്ക് വലിയൊരു ധാരണയില്ല, പക്ഷെ എന്നാലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റ്സും നടക്കാറുണ്ട്, അത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അതിനുള്ള സ്റ്റെപ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ റിസർച്ചിനാണ് നിങ്ങൾക്ക് പോകാനുള്ള താല്പര്യം വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട 2 തരത്തിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇന്ത്യ ചെയ്യാം അല്ലെങ്കിൽ അബ്രോഡ് ചെയ്യാം. അപ്പൊ അത് പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യേണ്ടത്. അപ്പൊ ആ സബ്ജക്റ്റ് ഇന്ത്യയിൽ എവിടെയാണ് ആ സബ്ജക്റ്റ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അനാലിസിസിലാണെങ്കിൽ അനാലിസിസ് ഇന്ത്യയിൽ എവിടെയാണ് ഉള്ളത് നോക്കുക. അവിടെ എത്രത്തോളം ആൾക്കാർ അതിപ്പോ ചെയ്യുന്നുണ്ട്, അല്ല എത്രത്തോളം സ്ട്രോങ് ആണ് അതിന്റെ ഗ്രൂപ്പ്, അങ്ങനെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്നത് ജോമെട്രിക് അനാലിസിസിലാണ്. അപ്പോ അത് ഇന്ത്യയിൽ ആ ഒരു ഗ്രൂപ്പ് ഇല്ല. ഐ മീൻ ഇതിൽ വർക്ക് ചെയ്യുന്ന 1-2 പേര് ഇന്ത്യയിലുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് ഞാനിപ്പോ അബ്രോഡ് PhD ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് എന്റെ ഫ്രണ്ട്സും, രണ്ടാമത്തത് അവിടുത്തെ ഫാക്കൽറ്റീസും ആണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇയറിലൊന്നും എനിക്ക് പുറത്ത് PhD ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. ആ ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. PhD ചെയ്യണം എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച IASയിലോ TFRലോ അങ്ങനെ എവിടെയെങ്കിലും നോക്കാന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. അപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ ഞാൻ മുന്നേ പറഞ്ഞ US ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ആദ്യമേ പുറത്തു പോകണമെന്നായിരുന്നു അവരുടെ മൈൻഡ് സെറ്റ്. അപ്പോ പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും എന്നെ വലിയ കാര്യമാക്കിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറെ ടീച്ചേഴ്സും എന്നോട് പറയാൻ തുടങ്ങി, അബ്രോഡിൽ PhD ചെയ്യാൻ ശ്രമിക്കണം, ഇവിടെ ചെയ്യരുത്. അങ്ങനെ കുറെ ടീച്ചേഴ്സ് ഒരു മാത്സിന്റെ MTTS പറഞ്ഞൊരു ക്യാമ്പ് ഉണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അപ്പൊ അതിനൊക്കെ പോയപ്പോ അവിടുത്തെ കുറച്ച് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു, പുറത്തുനിന്ന് PhD ചെയ്യാൻ ശ്രമിക്കണം, ഇവിടെ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് അതാണ്. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ പിന്നെ തീരുമാനിച്ചത്, ഓക്കെ പുറത്തു പോയി PhD ചെയ്യാന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അത് ഇപ്പൊ ഞാൻ വേറെ എവിടെ നിന്നെങ്കിലും ആളെ MSc ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ ഒരു രീതിയിലൊന്നും എത്തില്ലായിരുന്നു. നമ്മളുടെ കൂടെയുള്ള ഫ്രണ്ട്സും അതേപോലെ നല്ല രീതിയിൽ ചിന്തിക്കുന്നവരും, അതേപോലെ ഫാക്കൽറ്റീസും അത്രയും കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ എത്തണം എന്നുള്ളൊരു ചിന്തയുള്ളവരായതുകൊണ്ടാണ് അവര് റെക്കമെൻഡേഷൻ തരാനും റെഡി ആയിരുന്നു. അവര് എന്താ പറയാ, ഈവൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും എല്ലാം കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയാ, നിങ്ങൾ പിന്നെ ആ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ഈ റെക്കമെൻഡേഷൻ അബ്രോഡ് PhDയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അവരുടെ കൊളാബറേറ്റേഴ്സ് ഒക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും. അതായത് അവരുടെ കൂടെ പേപ്പർ എഴുതുന്നവര് അവരൊക്കെ ചിലപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താ പറയാ, അവർക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം, ഓക്കെ ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ട്, ആ കുട്ടി ഈ ഒരു ഏരിയയിലാണ് താല്പര്യം. അപ്പൊ അവരുടെ കൊളാബറേറ്റേഴ്സിന് എന്തെങ്കിലും പൊസിഷൻ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നിങ്ങളെ സജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ട് കേട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് PhD ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ഇപ്പൊ പറയാൻ വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ അപ്പൊ ഈ അബ്രോഡിൽ PhD ആണുള്ള താല്പര്യം എനിക്ക് ഫസ്റ്റ് ഇയറിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു എൻവയോൺമെന്റ് ആണ് പിന്നെ ആ ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ ഉണ്ടാക്കുകയും പിന്നെ അതിന് ഹെൽപ്പ് ചെയ്തതെല്ലാം ഈ ഒരു നല്ലൊരു അക്കാഡമിക് എൻവയോൺമെന്റ് ആയിരുന്നു. ഇനി നിങ്ങൾക്ക് PhD അബ്രോഡ് ചെയ്യാനാണ് താല്പര്യം വെച്ചത്, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഗ്രൂപ്പ് ഇന്ത്യയിൽ സ്ട്രോങ് ആണോ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് അവിടെ ഓക്കെ ആണ്, ആ ഒരു ഫാക്കൽറ്റിയുടെ കീഴിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇന്ത്യയിൽ PhD ചെയ്യാം. ഇനി നിങ്ങൾക്ക് അബ്രോഡ് പോവാണെങ്കിൽ അബ്രോഡും പോവാം. അപ്പൊ അബ്രോഡ് പോകുമ്പോ തന്നെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ US ആണോ വേണ്ടത്, യൂറോപ്പ് ആണോ വേണ്ടത്, UK ആണോ വേണ്ടത്, അല്ല ഇനി ഓസ്ട്രേലിയ. അപ്പൊ അതെല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് PhD ചെയ്യേണ്ടത്, അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പ് എവിടെയാണ്, അത് നോക്കിയിട്ടാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ഏരിയ ഫിക്സ് ചെയ്യണം. ആ ഒരു ഏരിയ മീൻസ് ഒരു ബ്രോഡ് ആയിട്ടുള്ള ഏരിയയെങ്കിലും നിങ്ങൾ ഫിക്സ് ചെയ്യണം. ആ ബ്രോഡ് ആയിട്ടുള്ള ഏരിയ ഫിക്സ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ എവിടെ വേണമെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. പക്ഷെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്യുക യൂണിവേഴ്സിറ്റീസ്. എന്നിട്ട് അതിൽ സെർച്ച് ചെയ്തിട്ട് അവിടെ എവിടെയാണോ ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ഫാക്കൽറ്റീസ് ആയിട്ടുള്ളത് അവിടേക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഏരിയ ചൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതില് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ IITയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കുറെ എക്സ്പോഷർ കിട്ടും. ഞാൻ ഫസ്റ്റ് ഇയറിൽ ഒരു സെമസ്റ്ററിൽ 6 കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇയറിൽ 12 കോഴ്സ്, പിന്നെ തേർഡ് സെമസ്റ്ററിൽ എനിക്കൊന്ന് 5-6 കോഴ്സ് ഉണ്ടായിരുന്നു വീണ്ടും. അത് അപ്പൊ 18, പിന്നെ ഒരു 5 കോഴ്സ് എന്തോ, അപ്പൊ 23. ഈ 23 കോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് MScയില്. അപ്പൊ എനിക്ക് എല്ലാ ഏരിയയും അറ്റ്ലീസ്റ്റ് ഞാൻ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അറിയാം ഓക്കെ ഏതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്, എവിടേക്കാണ് എനിക്ക് താല്പര്യം, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് സെമസ്റ്ററിലേക്ക് ആവുമ്പോൾ നമുക്ക് അതിനെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കോഴ്സ് എടുക്കാം. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു
ഫ്രീഡം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. നമ്മളുടെ ഒരു ഏരിയ ഏകദേശം മനസ്സിലാക്കാനുള്ള ഒരു ഫ്രീഡം നമുക്ക് MSc കിട്ടുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ എനിക്കിപ്പോ അനാലിസിസ് ആണ് താല്പര്യം, പക്ഷെ എന്റെ കോളേജിൽ ഇപ്പോ അനാലിസിസിന്റെ കോഴ്സ് ഒന്നും തീരെ ഇല്ല വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഏതാണ് എന്റെ ഏരിയ എന്ന്. അപ്പൊ അതുകൊണ്ടും തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഫ്രീഡം കിട്ടും. അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുക ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. മീൻസ് ആദ്യമായിട്ട് ആ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇതിന്റെ ഗ്രൂപ്പ് സ്ട്രോങ് ആയിട്ടുള്ളത് അത് നിങ്ങൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ ഫാക്കൽറ്റീസിനെ നോക്കുക, പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ US ആവുമ്പോൾ എനിക്ക് ഒന്ന് ഡെഡ് ലൈൻ ഒക്കെ ഡിസംബർ ആ ഒരു സമയത്തിലാണ് വരിക. നിങ്ങൾക്ക് കുറെ സമയമുണ്ട് ഇതിന്, പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയുകയാണ്. പിന്നെ യൂറോപ്പ് ഒക്കെ ആകുമ്പോൾ യൂറോപ്പ് ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്. അത് യൂറോപ്പ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ യൂറോപ്പിൽ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫസേഴ്സിന് മെയിൽ ചെയ്യാം, ധാരാളം മെയിൽ ചെയ്യുക. എനിക്കിങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് PhD ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെയിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ മെയിൽ ചെയ്യുമ്പോൾ 1-2 പേര് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ഇവിടുത്തെ പൊസിഷൻ കിട്ടിയത്. പിന്നെ ഓസ്ട്രേലിയ ആണെങ്കിലും അത് വേറൊരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ്. പക്ഷെ US ആകുമ്പോൾ എല്ലാ അപ്ലിക്കേഷൻ പ്രൊസീജിയറും സിമിലർ ആണ്. മീൻസ് എല്ലാ യൂണിവേഴ്സിറ്റിന്റെയും അപ്ലിക്കേഷൻ പ്രൊസീജിയർ സിമിലർ ആണ്. അതേപോലെ തന്നെ US നിങ്ങൾക്ക് 5 വർഷമാണ്. അപ്പൊ ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടും. ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ അനാലിസിസിലാണ് നിങ്ങൾ PhD ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാലും അനാലിസിസിൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും US ആദ്യത്തെ 1-2 വർഷം നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം ചെലവഴിക്കാം. പക്ഷെ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് റിസർച്ചിലാണ് കിടക്കുന്നത്. അപ്പൊ എന്റെ PhD അറിയുന്ന 3 വർഷത്തേക്കാണ്. അപ്പൊ എനിക്ക് ഇനിയൊരു എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഞാൻ ഇപ്പോ ഡയറക്റ്റ് ആയിട്ട് റിസർച്ചിലേക്ക് കടക്കുക ചെയ്തത്. എനിക്കിവിടെ കോഴ്സ് വർക്ക് ഒക്കെ ഞാൻ ചെയ്യണം, ബട്ട് അതൊക്കെ ഒരു പേരിനുള്ള കോഴ്സ് വർക്ക് ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യമുണ്ട്. യൂറോപ്പിലൊക്കെ പല സ്ഥലത്തിലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് റിസർച്ച് ആണ് തുടങ്ങുക. പക്ഷെ US നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഏതാണ് നിങ്ങളുടെ ഏരിയ അങ്ങനെയൊക്കെ സൂപ്പർവൈസറിനെ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടും. യൂറോപ്പിലൊക്കെ നമ്മൾ ഓൾറെഡി സൂപ്പർവൈസറൊക്കെ ചൂസ് ചെയ്തിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെയുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറയുന്ന ഫണ്ടിങ്ങിന്റെ ഇഷ്യൂ ആണ്. US പിന്നെയും ഫണ്ടിങ് നിങ്ങൾക്ക് കിട്ടും, കാരണം അവിടെ നിങ്ങൾ ടീച്ചിങ് ഡ്യൂട്ടി ചെയ്യണം. അപ്പൊ ആ ടീച്ചിങ് ഡ്യൂട്ടിയുടെ സാലറിയാണ് നിങ്ങളുടെ ഫണ്ടിങ് ആയിട്ട് കിട്ടുക. പക്ഷെ യൂറോപ്പില് ഫണ്ടിങ് വളരെ അധികം ഒരു ഇഷ്യൂ ഉള്ള സംഭവമാണ്. പല സ്ഥലത്തും ഫണ്ടിങ് ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഹോപ്പ്ഫുള്ളി അതൊക്കെ ഓക്കെ ആവും. UK എനിക്ക് തോന്നുന്നു കുറെ ഫണ്ടിങ്ങിന്റെ ഇഷ്യൂ, പക്ഷെ എല്ലാവരുടെയും ഫണ്ടിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറെ പേർക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ കുറെ അപ്ലൈ ചെയ്യുക. ഒരു 1-2 ഒന്നും ചെയ്യരുത്. എനിക്കൊന്നും ഞാനൊരു 60-70 പേർക്ക് മെയിൽ അയച്ചിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് റിപ്ലൈ കിട്ടിയ 2-3 ഉള്ളൂ. അല്ല ഒരെണ്ണത്തിൽ എനിക്ക് സെലക്ട് ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞു ഈ 60-70 മെയിലൊക്കെ സെൻഡ് ചെയ്യാ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ പ്രൊസീജിയർ ആണ്. നിങ്ങൾ ആദ്യം ലിസ്റ്റ് എടുത്ത് നോക്കി ആൾക്കാരെ കണ്ടുപിടിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മെയിൽ എഴുതി ഉണ്ടാക്കി അയക്കണം. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒരു 1-2 വർഷത്തെ പ്രൊസീജിയർ ആണ് ഇതൊക്കെ. അപ്പൊ നിങ്ങൾ MSc ഇപ്പൊ BSc കഴിഞ്ഞ് MSc ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസർച്ചിന് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മൈൻഡ് ഒക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ പോകണം. അല്ലാതെ ഞാനൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അത് കാരണം കുറെ പ്രഷറും സ്ട്രെസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ MSc ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്താ പറയാ ടീച്ചേഴ്സിനോടൊക്കെ ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ പതുക്കെ നിങ്ങൾ ഈ ഒരു ഓരോരോ സ്റ്റെപ്പായിട്ട് തുടങ്ങാം. അപ്പൊ സോറി അപ്പം അതൊരു വളരെ ടൈം എടുക്കുന്ന പ്രൊസീജിയർ ആണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്ര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല അബ്രോഡിൽ PhD ചെയ്യുക എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ റെക്കമെൻഡേഷൻ ഒക്കെ ടീച്ചേഴ്സിനോടൊക്കെ വാങ്ങിക്കാനും ഒക്കെ കുറെ സമയം എടുക്കില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ പറ്റി അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു റിലേഷൻ ടീച്ചേഴ്സ് ആയിട്ട് കീപ്പ് ചെയ്യുക. അതായത് കീഴിൽ റീഡിങ് പ്രോജക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അങ്ങനെ കുറെ കഴിയുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ഇതൊരു വളരെ ലോങ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അപ്പൊ നിങ്ങൾ MSc ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം. റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ പറ്റിയുള്ള സ്റ്റെപ്സ് ഒക്കെ അപ്ലൈ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അപ്ഷോർട്ട് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ MSc ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് പിന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മീൻസ് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവുന്നല്ല പറയുന്നത്, പക്ഷെ കുറച്ചുകൂടെ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക്
PhD പോകാനും അല്ലെങ്കിൽ പ്ലേസ്മെന്റ് കിട്ടാനും ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ സാധ്യതയുണ്ട് ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന ഒരു ചെറിയൊരു എഫേർട്ടാണ് നിങ്ങളുടെ എന്താ പറയാ ചിലപ്പോൾ ലൈഫ് ലോങ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിപ്പോ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഒരു ഫ്ലോയില് പോയിക്കോളും. ഇപ്പൊ മാത്രമാണ് നിങ്ങൾക്ക്, ഞാൻ ജാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മീൻസ് അത്രയ്ക്കും എന്താ പറയാ ആ സമയത്ത് കോവിഡ് ആയിരുന്നു. ലാസ്റ്റ് 3rd ഇയറിൽ മൊത്തം നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അങ്ങനെ കോവിഡിൽ വീട്ടിലിരുന്ന സമയത്തായിരുന്നു ഇതൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം അത്ര എന്താ പറയാ സന്തോഷകരമായിട്ടുള്ള സമയമൊന്നും അല്ലായിരുന്നു. പക്ഷെ അപ്പൊ എടുത്ത എഫേർട്ടാണ് ഇപ്പോ എന്താ പറയാ അതൊരു ചെയിൻ എഫക്റ്റ് പോലെ അത് കഴിഞ്ഞ് IIT കിട്ടി. IIT എന്നുള്ള ഒരു എഫക്ട് കാരണം ഞാൻ ഇപ്പൊ PhD ഇവിടെ എത്തി. അപ്പൊ അന്ന് എടുത്ത ഒരു കുഞ്ഞു എഫേർട്ടാണ് ഇപ്പൊ ഇതുവരെ എത്താനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു നല്ലൊരു റിസൾട്ട് ആയിരിക്കും ലോങ് റണ്ണിൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഹെസിറ്റേറ്റ് ചെയ്യണ്ട, ഇപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടു പ്ലാൻ ഒക്കെ പറഞ്ഞു തന്നെ. അപ്പൊ ഈ പ്ലാനിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജാം എന്ന് പറയുന്ന അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ഒന്നല്ല. മീൻസ് നിങ്ങളിപ്പോ JEE അതൊക്കെ എഴുതിയിട്ടുള്ള ആളാണെങ്കിൽ അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം അല്ല. കാരണം നമ്മൾ മാത്സ് മാത്രമേ പഠിക്കണ്ടൂ, അല്ലാതെ ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ എല്ലാം ഒന്നും പഠിക്കണ്ട. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രമിച്ച് മോക്ക് ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പൊ നിങ്ങൾ നന്നായി എഫേർട്ട് എടുക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും എനിക്ക് ഉറപ്പാണ് ലോങ് റണ്ണിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. എനിക്ക് അത്രേ പറയുള്ളൂ. താങ്ക് യു. ഓക്കെ, താങ്ക്സ് ലോട്ട് പ്രിയ ചേച്ചി. റിസർച്ച് എന്നൊരു ഫീൽഡിനെ കുറിച്ച് എന്തൊക്കെ അവർക്ക് അറിയാനുണ്ടാവും എല്ലാം ചേച്ചി കവർ ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. ആർക്കെങ്കിലും പ്രിയ ചേച്ചിയോട് റിസർച്ചിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോട് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റിൽ എഴുതിയേക്കാൻ മതി. ഇനി നെക്സ്റ്റ് IIT ബോംബെയില് ഇപ്പോ MSc കംപ്ലീറ്റ് ചെയ്ത അനുരാഗായിട്ട് നിങ്ങളോട് സംസാരിക്കും. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സംസാരിക്കും. ഹലോ, കാണാൻ പറ്റുന്നുണ്ട്? കാണുന്നുണ്ട്, കേൾക്കുന്നു. ഓക്കെ. അപ്പോ റഹീം പറഞ്ഞു, എന്റെ പേര് അനുരാഗ്. ഞാനിപ്പോ IIT ബോംബെയിൽ MSc ചെയ്യാണ്. ഇപ്പൊ കോഴ്സ് ഓൾറെഡി കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോ അതിൽ തന്നെ ഞാനൊരു വലിയ താങ്ക്സ് പറയാണ് ഇതുപോലൊരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചത്. അപ്പോ 2022 IIT JAM മാത്തമാറ്റിക്സ് എക്സാമിന് എഴുതിയിട്ട് അതിൽ ഓൾ ഇന്ത്യ റാങ്ക് 75 വാങ്ങിയിട്ടാണ് ഞാൻ IIT ബോംബെയിൽ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോ IIT JAM എന്നൊക്കെ പറയുമ്പോൾ പ്രിയ ചേച്ചിയും റഹീമും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. റഹീം സിലബസിനെ പറ്റിയും അതിന്റെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരും. അതുപോലെ പ്രിയ ചേച്ചി അതിന്റെ സാധ്യതകളും അതുപോലെ PhD റിസർച്ച് അതിനെ പറ്റിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ എനിക്കിനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. അതായത് ഇതിന്റെ പ്ലേസ്മെന്റ്സും അതുപോലെ ഇതിന്റെ പ്രിപ്പറേഷൻസിനെ പറ്റിയൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ പിന്നെ ഒരു ഈ IIT JAM എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആലോചിക്കുന്ന കാര്യം വെച്ചാൽ ഒരു ബാലികേറ മല പോലെയൊക്കെയാണ് നമ്മൾ ഇന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. IIT എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്തോ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അതിൽ നമുക്ക് എത്താൻ പറ്റും. ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സാധാരണ നാട്ടില് കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ. അപ്പോ എങ്ങനെയാണ് എന്നെ കൊണ്ട് ഇത് വാങ്ങാൻ പറ്റുക? അതുപോലെ എന്താ പറയാ, നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു വലിയൊരു മാത്തമാറ്റിക്സ് ആണല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്തത്. മാത്തമാറ്റിക്സിന് വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നല്ല തലയുള്ള, നല്ല ബുജ്ജി എന്നൊക്കെ പറയുന്നത് അവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് ഇത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ നാട്ടില് സാധാരണ ഒരു സ്കൂളില് 10 വരെ പഠിച്ചു. ഒരു ഗവൺമെന്റ് സ്കൂളിൽ 10 വരെ പഠിച്ചു. പിന്നെ 11th-ലും 12th-ലും ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു. പിന്നെ ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിൽ, കണ്ണൂരുള്ള ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിൽ BSc പഠിച്ച ആളാണ് ഞാൻ. 3rd ഇയർ പഠിക്കുമ്പോഴാണ് IIT JAM എന്നുള്ളതിനെ പറ്റി ഞാൻ ഓൾറെഡി എങ്ങനെയോ കേട്ടിട്ടുണ്ട്. IIT JAM അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്, എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പൊ 3rd ഇയർ പഠിക്കുമ്പോഴാണ് എന്റെ സാർ എന്നോട് പറയുന്നത്, ഞാൻ ജസ്റ്റ് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്ന കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് എന്നോട് സാറ് പറഞ്ഞതാണ് IIT JAM എന്നൊരു എക്സാം ഉണ്ട്, അത് എഴുതണം, അതിൽ എഴുതിയിട്ട് IIT പോലുള്ള ഇതിൽ MSc ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാനധികം കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ പോലും എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാന്ന് വെച്ച് പിന്നീടാണ് എനിക്കിതിന്റെ കഴിവ് മനസ്സിലായത്. ഞാൻ അങ്ങനെ വെച്ച് ഇതിന്റെ സിലബസ് ഒക്കെ എടുത്തു, കൃത്യമായിട്ട് കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോ അങ്ങനെയാണ് എനിക്ക് അത്യാവശ്യം നല്ലൊരു റാങ്ക് കിട്ടിയത്. ഞാൻ ഇത്രയൊന്നും റാങ്ക് പ്രതീക്ഷിച്ചതേ അല്ല. ഒരിക്കലും ഞാൻ ഇത്രയൊക്കെ റാങ്ക് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചതേ ഇല്ല. 100 ഒന്നും ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അങ്ങനെയൊക്കെ കിട്ടി എനിക്ക്. അങ്ങനെ എനിക്ക് IIT ബോംബെയിലെ അഡ്മിഷൻ കിട്ടി. അപ്പോ ശരിക്കും പറഞ്ഞാൽ IIT JAM എന്ന് പറയുന്ന അത്ര ഒരിക്കലും പേജ് പറഞ്ഞ പോലെ ഒരിക്കലും വളരെ ടഫായ എക്സാം അല്ല.
ശരിക്കും മാത്തമാറ്റിക്സ് മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് നമ്മുടെ BSc തേർഡ് ഇയറിലും അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന മാത്തമാറ്റിക്സ് മാത്രമേ നമുക്ക് കവർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫിസിക്സ് കെമിസ്ട്രിയോ അങ്ങനെയൊന്നുമില്ല. അഡ്വാൻസോ മെയിൻസോ പോലെ വളരെ ടഫായ, അതായത് 10 ലക്ഷം പേര് എഴുതി, പിന്നെ 2 ലക്ഷം പേര് 1 ലക്ഷം പേരോ മെയിൻസ് ക്വാളിഫൈ ചെയ്ത്, പിന്നെ അതിൽ നിന്ന് കുറച്ച് പേര്, ആകെ 5000 പേരോ 4000 പേരോ മാത്രം അഡ്വാൻസ് ക്രാക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു എക്സാം ഒന്നും അല്ല IIT ജാം. IIT ജാം എന്ന് പറഞ്ഞ ഒറ്റ എക്സാം ആണ്. വർഷത്തിൽ 13,000 14,000 പേര്, മാക്സിമം 13,000 ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും പേര് എഴുതുന്ന ഒരു എക്സാം മാത്രമാണ്. അതിലൊരു അണ്ടർ 1000 റാങ്കിൽ പോലും നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അഡ്മിഷൻ കിട്ടും, NIT പോലും. അങ്ങനെ ഒരു എക്സാം ആണ് IIT ജാം. അപ്പോൾ നാട്ടിലെ പോലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ജില്ല വിട്ട് എവിടെയും പുറത്തു പോയി പഠിച്ച ആളെയല്ല. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിലെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ IIT ജാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബാലികേറാം അല്ലയോ അങ്ങനെയോ ഒന്നുമല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 6-7 മാസം, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സമയമുണ്ട്. ഇപ്പോ ഫെബ്രുവരിയിലാണ് എക്സാം വരാൻ പോകുന്നത് എൻ്റെ അറിവ്. ഫെബ്രുവരി 14, 13 അങ്ങനെ ഒരു ഞായറാഴ്ചയാണ് എക്സാം ഉണ്ടാവും. ഒരു 9-8 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഒരു 8 മാസം നിങ്ങൾ നന്നായിട്ട് കൃത്യമായ പ്ലാനോടെ പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം മാത്രമാണ് IIT ജാം. മനസ്സിലായി? അപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്താ വെച്ചാല് സിലബസ് കൃത്യമായിട്ട് നോക്കിയിട്ട്, നെറ്റിൽ നോക്കിയ സിലബസ് കിട്ടും, അത് നോക്കിയിട്ട് അതിന്റെ ലെക്ചേഴ്സ് യൂട്യൂബിൽ നോക്കി അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഞാൻ കോച്ചിങ് ഒന്നും എടുത്തിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കോച്ചിങ് ഉണ്ടെങ്കിലും കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ബേസിക് ടെക്സ്റ്റ് ബുക്കും അതുപോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് കോച്ചിങ് പോലുള്ള സംഭവം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. കോച്ചിങ് ഞാൻ നിർബന്ധം പറയില്ല, എന്നാലും കോച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും. അതുപോലെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും IITയും അതുപോലെ മറ്റ് കോളേജുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇപ്പൊ പ്രിയച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ പ്ലേസ്മെന്റും അതുപോലെ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ IITയില് ഇപ്പൊ എന്റെ ക്ലാസ് തന്നെ 4 പേര് പ്ലേസ്ഡ് ആയി കഴിഞ്ഞു. MSc മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികളാണ്. അതായത് ഒരു പ്രൊഫഷണൽ കോഴ്സോ അങ്ങനെ, MSc മാത്തമാറ്റിക്സ് ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ല, അങ്ങനെയൊന്നും പഠിച്ച ആളുകളല്ല അവര്. അപ്പൊ അവരാണ് ഇവിടെ നല്ല കോളേജ്, നല്ലൊരു കമ്പനി, നല്ല സാലറിയോടെ, അതായത് 20 LPA 16 LPA അങ്ങനെയുള്ള സാലറിയിൽ പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അപ്പോ കാരണം എന്താണ്, അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പവറും അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന ഫെസിലിറ്റീസും അതിന്റെ ഒരു സ്കോപ്പും ഒക്കെ കാരണമാണ് അവർക്ക് നല്ലൊരു പ്ലേസ്മെന്റ് ഒക്കെ കിട്ടിയത്. അപ്പൊ സാധാരണ ഒരു കോളേജ് പഠിക്കുകയാണെങ്കിൽ, നാട്ടിൽ സാധാരണ കോളേജ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധ്യത ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. മാത്രമല്ല നമ്മളായിട്ട് പോയി അപ്ലൈ ചെയ്യണം. പക്ഷെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ പ്ലേസ്മെന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ജാഫ് ഫില്ല് ചെയ്യും. അതായത് അതിന്റെ ഒരു ഇതാണ്, ജാഫ് ഫില്ല് ചെയ്തിട്ട് അവർ ഇന്റർവ്യൂവിന് വിളിക്കും. ചിലപ്പോൾ അതിന്റെ ടെസ്റ്റുകൾ ഉണ്ടാവും. ആ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യേണ്ടി വരും. നമ്മൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് പോയാൽ ആ ടെസ്റ്റിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിന് നമ്മുടെ പ്രൊജക്ടിനെ പറ്റിയും അതിനെ പറ്റിയൊക്കെ നന്നായിട്ടൊന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ജോലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഫസ്റ്റ് ഇയർ തൊട്ടേ നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടിയിരുന്നത്. അതായത് നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിട്ട് അയ്യോ അങ്ങോട്ട് പോകണം ആ ഒരു രീതിയിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നല്ല ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലേസ്മെന്റ് ആണോ പോകുന്നത്, അതോ റിസർച്ചിലാണോ പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ പോകുന്നത്, അങ്ങനെ ആലോചിച്ച് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ എഫേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ MScയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പ്ലേസ്മെന്റ് പോലുള്ള ഇതിന് നമുക്ക് യൂസ് ആവില്ല. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചില സമയത്ത് കോർ സബ്ജക്റ്റിൽ കോച്ചിങ് പോലുള്ള മേഖലകളിൽ പോകാൻ പറ്റും. അതുകൊണ്ട് അപ്പൊ അതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ മെയിൻസ്, അഡ്വാൻസ് അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണോ ഏത് മേഖലയിലാണോ നമുക്ക് ജോലി വേണ്ടത്, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എന്ത് കാര്യമാണോ നിങ്ങൾക്ക് MSc 2 വർഷം MSc കഴിഞ്ഞിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ വ്യക്തമായ ഒരു ഗോളോടുകൂടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോ അതാണ് IIT ജാം എഴുതി കഴിഞ്ഞിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇനി പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ കോച്ചിങ് അങ്ങനെ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ പോലും കോച്ചിങ് ഉണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെ നല്ല ആഴത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. പ്രോബ്ലം സോൾവ് ചെയ്തതിന്റെ കൂടെ നിങ്ങൾക്ക് തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെ നിങ്ങൾക്ക് നല്ല ആഴത്തിൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ അതുപോലെ ഇപ്പൊ ഫോർമുലാസ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ നമ്മൾ വിചാരിക്കും യൂട്യൂബിലൊക്കെ പോയ ലെക്ചേഴ്സ് ഒക്കെ കാണാൻ പറ്റും. നമുക്കിപ്പോ അതിൽ ജസ്റ്റ് യൂസ് ചെയ്യുന്ന ഫോർമുലാസ് ആയിരിക്കും. അപ്പൊ നമ്മളത് ബൈ ഹാർട്ട് ചെയ്യും എന്നിട്ട് പഠിക്കും. പക്ഷെ അത് അല്ല വേണ്ടത്. ആ ഫോർമുലയൊക്കെ എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫോർമുലയൊക്കെ, പക്ഷെ എങ്ങനെയാണ് ആ ഫോർമുല വന്നത്, എങ്ങനെയാണ് അത് വന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ജാം എന്ന് പറയുന്നത് 2024 വർഷത്തെ ജാം വളരെ ടഫായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി കോൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ആളുകൾക്ക് ടഫായി തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഫോർമുലാസും മാത്രമൊക്കെ ബൈഹാർട്ട് ചെയ്ത് പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വളരെ ആഴത്തിൽ പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു എക്സാമൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു, IIT ജാം ക്രാക്ക് ചെയ്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSc നിങ്ങൾ അപ്ലൈ ചെയ്ത് ചേർന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് പിന്നീട് പഠിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ബേസിക് ഒരു നോളജ് വേണം. നല്ലൊരു തറവായിട്ടുള്ള നോളജ് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സമയത്ത് പ്രോബ്ലം സോൾവ് ചെയ്യും, കോൺസെപ്റ്റ് നന്നായിട്ട് തിയറിയൊക്കെ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ ഫോർമുലാസും അതൊക്കെ ഉണ്ടായ വഴി എങ്ങനെയാണ്, അതെങ്ങനെ വന്നു എന്നൊക്കെ നന്നായിട്ട് ആഴത്തിൽ പഠിച്ചതുകൊണ്ട് തന്നെ പഠിക്കണം. അതിനോട് നിങ്ങൾക്ക് സമയമൊന്നും ഒരിക്കലും നഷ്ടമാവില്ല. അത് അങ്ങനെ തന്നെ ചെയ്യാണ്. അതായത് ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഫോർമുലാസ് ഒക്കെ ബേസ് ചെയ്ത് പഠിക്കുവാണ്, അതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ആഴത്തിലുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് അതൊക്കെ ഡിറൈവ് ചെയ്ത് പഠിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ആ രീതി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഒരു മാത്തമാറ്റിക്സിന്റെ ഒരു ഘടന, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതാണ്. അപ്പോ ഇനി വേറെ പറയാനുള്ളത് വെച്ചാല് നിങ്ങളിപ്പോ ജാമാണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. പക്ഷെ ജാമിന്റെ എയിം ചെയ്യാം, പക്ഷെ മറ്റ് എക്സാമുകളും എഴുതാൻ തന്നെ ശ്രമിക്കാം. ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പൊ ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. റഹീം ഓൾറെഡി മെൻഷൻ ചെയ്ത ഗേറ്റ് ഉണ്ട്, അതിൽ NBHM ഉണ്ട്, അതിൽ നമ്മുടെ കേരളത്തിലെ കുസാറ്റിന്റെയും അതിൽ പല ഐസറിന്റെയും പേഴ്സണൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻട്രൻസ് എക്സാംസ് ഉണ്ട്, TFRന്റെ എക്സാം ഉണ്ട്. അങ്ങനെ പല എക്സാംസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജാമിന്റെ തന്നെ നോളജ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. മെയിനായിട്ട് നമ്മൾ എയിം ചെയ്യുന്ന ജാം ആണെങ്കിൽ പോലും പലതരത്തിലുള്ള CMIയുടെയും CUTയുടെയും ഒക്കെ എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും, അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു 8-9 മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിലപ്പെട്ട ഒരു സമയം തന്നെയാണ്. മറ്റ് സമയങ്ങൾ പോലെയല്ല. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കോളേജ് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുകയും എന്നാൽ അതേസമയം കോളേജിലെ കാര്യങ്ങളിൽ ഒരിക്കലും ഉഴപ്പാനൊന്നും പാടില്ല. അത് കൃത്യമായിട്ട് പഠിക്കണം. അത് നിങ്ങൾക്ക് ജാമിന് ഒരുപാട് യൂസ് ആവുകയും ചെയ്യും. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അതിന്റെ കൂടെ ജാമിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിന്റെ തിയറീസും കോൺസെപ്റ്റും ഒക്കെ നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. പിന്നെ അഡ്വാൻസ് ആയിട്ട് പഠിക്കാനും ശ്രമിക്കണം. എന്റെയൊക്കെ സമയത്ത് എന്താ വെച്ചാൽ എന്റെ 6th സെമസ്റ്ററിലാണ് എനിക്ക് ലീനിയർ ആൾജിബ്രയുടെ കോഴ്സ് ഉള്ളത്. അപ്പൊ ലീനിയർ ആൾജിബ്ര എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ട് അറിയില്ലായിരുന്നു. ബേസിക് +2 ലെവൽ നോളജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്റെ 6th സെമസ്റ്റർ ക്ലാസ് തുടങ്ങുന്നത് ഫെബ്രുവരിയിലാണ് എനിക്ക് ജാം എക്സാം ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ സാറ് പറഞ്ഞു, നീ എന്നാൽ ഈ ലീനിയർ ആൾജിബ്ര ഒക്കെ നേരത്തെ നോക്കിക്കോളൂ. റഹീം ഓൾറെഡി കാണിച്ചു ലീനിയർ ആൾജിബ്രന്റെ എനിക്കൊന്ന് 75 അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു എന്നാണ് പറയുന്നത് 7 വർഷത്തിൽ. അപ്പോൾ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റ് അനാലിസിസ് ഒക്കെ കുറച്ച് ടഫ് ആണെങ്കിൽ പോലും ലീനിയർ ആൾജിബ്ര, അതല്ല ഗ്രൂപ്പ് തിയറി എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി എനിക്ക് എളുപ്പമാണ്. നിങ്ങളുടെ കാര്യമൊക്കെ അറിയാം, എനിക്ക് എളുപ്പമായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഞാൻ അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അപ്പൊ കുറച്ചൊക്കെ അഡ്വാൻസ് ആയിട്ട് പഠിക്കാനും ശ്രമിക്കും, കുറച്ച് ഈസി സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ. അല്ലെങ്കിലും നിങ്ങളുടെ ഒരു 9 മാസം, ഒരു 8 മാസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് തന്നെ പഠിക്കാൻ. ഇപ്പോ ഓക്കെ, ഞാൻ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ഞാൻ പറഞ്ഞത് മോക്ക് ടെസ്റ്റിന്റെ കാര്യമായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അനുരാഗിന്റെ വീഡിയോ കുറച്ച് സമയമായിട്ട് ഓഫ് ആയിരുന്നു. ആണോ? സോറി. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് മോക്ക് ടെസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ എത്ര സിലബസ് കവർ ചെയ്തു അതൊന്നും ആലോചിക്കണ്ട. അവസാനം ഒരു മാസം കിട്ടുമ്പോൾ മോക്ക് ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോഴും തുടക്കത്തിലെ ഇപ്പൊ കോച്ചിങ്ങിലൊക്കെ ആണെങ്കിൽ അവർ മോക്ക് ടെസ്റ്റ് തരും, അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ നോട്ട്സ് എന്തായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കണം. വെറുതെ സോൾവ് ചെയ്യുക അങ്ങനെ പഠിക്കുക അത് മാത്രമല്ല, നോട്ട്സ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായ സെപ്പറേറ്റ് നോട്ട്സ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അതുപോലെ പിന്നെ സിലബസ് എൻ്റെ സിലബസ് കവർ ചെയ്യുന്നത് ഒരുപാട് സമയമുണ്ട്. എനിക്ക് തോന്നുന്നു ഏതൊരാൾക്കും ഏവറേജ് സ്റ്റുഡന്റ് പോലും എൻ്റെ സിലബസ് കവർ ചെയ്യാനുള്ള ടൈം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ റഹീമിനോട് ആരോ ചോദിച്ചിരുന്നു MSc മാത്തമാറ്റിക്സ് MA മാത്തമാറ്റിക്സ് ജാം MA വഴി സ്റ്റാറ്റിസ്റ്റിക്സിന് പോകാൻ പറ്റുമോ?
അതിന് വേറെ തന്നെ സെപ്പറേറ്റ് എക്സാം ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ. പക്ഷെ എന്നാലും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളിലും MSc മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സും അതിന്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടുതലായിട്ട് പഠിക്കാനും പറ്റും. ഓക്കെ, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യുക. ജാം മാത്രമല്ല, CUT-ലും സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ ഒരുപാട് എക്സാംസ് ഉണ്ട്. ജാമിൽ പോയി വിചാരിച്ചിട്ട് ഒരിക്കലും അങ്ങനെ ജാം മാത്രമാണെന്ന് വിചാരിക്കരുത്. ജാമാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. അതുപോലെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിലേക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് തന്നെ ബാധിക്കും. എനിക്കതിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണത്. ഒരുപാട് നിങ്ങളുടെ വളരെ വലിയ ഉയരത്തിലെത്തിക്കാനൊക്കെ ഒരു കഴിവ് പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയുന്നത്. ഓക്കെ, താങ്ക്സ് ലോട്ട് അനുരാഗ്. ഇത്രയും നേരം കേട്ടിരുന്നവർക്കും ഒരു പ്രത്യേക നന്ദി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ടൈം കുറച്ചും കൂടെ മുന്നോട്ട് പോകേണ്ടി വന്നു. ഒരു 15 മിനിറ്റ് ഓൾറെഡി ലേറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഇത്രയും ഒരു 30 പാർട്ടിസിപ്പൻസ് ഏകദേശം ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ IIT ലൈഫിനെ കുറിച്ചാലും എന്തെങ്കിലും കോഴ്സിനെ കുറിച്ചാലും എന്ത് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനും അനുരാഗേട്ടനും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറഞ്ഞതിൽ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ പ്രൈമറിലി ജാമിന് വേണ്ടിയിട്ടാണ് കോച്ചിങ് കൊടുക്കുന്നത്. എന്നാലും ജാം കഴിഞ്ഞിട്ട് ഒരു 2 മാസം കൂടെയൊക്കെ ടൈം ഉണ്ടാവും മിക്കവാറും CUET-ക്ക്. സോ CUET മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ടൊക്കെ ഉള്ള MSc അഡ്മിഷണൽ എക്സാം ആണ്. അപ്പൊ നമ്മൾ ജാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ജാമിന് മുന്നേ തന്നെ ആവാം, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് പറ്റുന്ന സമയത്ത് നമ്മൾ CUET-ക്ക് ചില കണ്ടന്റുകൾ എക്സ്ട്രാ ആയിട്ടുണ്ട്. CUET എന്നത് ജാമിനേക്കാൾ ഒന്നുകൂടി എളുപ്പമുള്ള എക്സാം ആണ്. പക്ഷേ സിലബസ് കുറച്ചുകൂടെ വലുതാണ്. ഓക്കെ, കുറച്ച് 1-2 ടോപ്പിക്സ് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ നമ്മൾ CUET-ക്ക് വേണ്ട ആ എക്സ്ട്രാ ടോപ്പിക്സും നമ്മുടെ കോഴ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ജാമിന്റെ മാത്രം കോച്ചിങ് അല്ല, നമ്മുടെ കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാമിനും CUET-ക്കും എല്ലാം ഉപകാരപ്പെടും. മറ്റ് CMI TIFR അവരുടെയൊക്കെ എക്സാമുകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ NBHM-ഉം ഗേറ്റും എല്ലാം മെജോറിറ്റി MSc കഴിഞ്ഞവരാണ് എഴുതുക. പക്ഷേ BSc കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം എഴുതാവുന്നതും ട്രാക്ക് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പാർട്ടിസിപ്പൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ IITസിനെ കുറിച്ച് എന്ത് കാര്യങ്ങൾ വേണ്ടെങ്കിലും ചോദിക്കാം, ഞങ്ങൾ ആൻസർ ചെയ്യും. സോ നിങ്ങൾക്ക് മൈക്ക് ഇപ്പൊ അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ സംസാരിക്കാം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ മെയിൻ മീറ്റിംഗിന്റെ എയിം എല്ലാം കവർ ആയിട്ടുണ്ട്. എല്ലാവരുടെയും ടോക്കുകൾ കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കും. കുഡ് യു പ്ലീസ് സജസ്റ്റ് സം സ്റ്റാൻഡേർഡ് ബുക്സ് ഫോർ ബിഗിനേഴ്സ് ടു ഗെറ്റ് ഇൻ-ഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് മാത്സ് ഫോർ IIT JAM? സോ ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ്, ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ ബുക്ക് അല്ല, നമുക്ക് ഒരിക്കലും ജാമിന് എല്ലാ ടോപ്പിക്കിനും വേണ്ടിയിട്ട് ഒരു സിംഗിൾ ബുക്ക് ജനറലി പറയാൻ പറ്റില്ല. പക്ഷെ ജാമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ ഒരു ലൈക്ക് നമ്മൾ തിയറി ഒരുപാട് ഫോക്കസ് ഇല്ലാത്ത, എന്നാൽ ജാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. സോ ഇതൊരു സ്റ്റാൻഡേർഡ് ബുക്ക് എന്ന് പറയാൻ പറ്റില്ല. ഐ മീൻ ഇത് മാത്സിന്റെ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക്, തിയററ്റിക്കൽ മാത്സിന്റെ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് അല്ല. പക്ഷെ ജാമിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഞാൻ ആ ബുക്കിന്റെ പേര് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇതൊരു ആമസോണിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ബുക്കിന്റെ ഓതറുടെ പേര് ഞാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ ആമസോണിൽ. സാധാരണ നമ്മൾ ഇപ്പൊ ലീനിയർ അൽജിബ്രക്ക് ആണെങ്കിൽ ചില ബുക്കുകൾ, ചില ഓതേഴ്സിന്റെ ബുക്കുകൾ ഫോളോ ചെയ്യും. നമ്മൾ ഗ്രൂപ്പ് തിയറിക്ക് ആണെങ്കിൽ വേറെ ചില ഓതേഴ്സിന്റെ ബുക്ക് ഫോളോ ചെയ്യും. അങ്ങനെ ഓരോരോ ടോപ്പിക്കിന് ഓരോരോ ബുക്കുകളാണ് കോമൺ ആയിട്ട് ഫോളോ ചെയ്യുക. സോ അത് ഓരോരോ ഇതിന്റെയും നമുക്ക് കുറച്ച് ടൈം എടുക്കും, ഓരോ ബുക്കും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ. ബട്ട് എല്ലാ കണ്ടന്റുകളും കൂടെ ഒരു സിംഗിൾ ബുക്കിൽ ഉൾപ്പെടുന്ന ഒരു നല്ല ബുക്കാണ് ഞാൻ തെരഞ്ഞപ്പോൾ കണ്ടിട്ടുള്ളത്. ഞാൻ ആ ബുക്ക് ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കൂടുതലും എന്റെ ഇവിടെ കോളേജിൽ നിന്നുള്ള പഠനം വെച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ജാമിന് പ്രിപ്പയർ ചെയ്തത്. ബട്ട് നല്ലൊരു ബുക്ക് ഉള്ളത് ഞാൻ ജസ്റ്റ് ഇപ്പൊ നോക്കിയിട്ട് പേര് പറഞ്ഞു. ഞാനത് നോക്കുന്ന സമയത്ത് വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചാറ്റിൽ അയക്കുകയും ചെയ്യാം. രണ്ടും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, വേറെ ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിന്റെ ജസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ പറഞ്ഞുതരാം. ആദ്യം മാത്രം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. മറ്റുള്ളവർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം. ഓക്കെ, എന്റെ നമ്പർ തരുമെന്ന് ചോദിക്കുന്നു. IIT ബോംബെയുടെ കട്ട് ഓഫ് ചോദിക്കുന്നു. IIT ബോംബെയുടെ ജാമിന്റെ കട്ട് ഓഫ് അറൌണ്ട് 100 ആണ് വരാറ്. ലൈക്ക് OBCക്കും ജനറലിനൊക്കെ. ഞാൻ എക്സാക്ട് നമ്പേഴ്സ് ഞാൻ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ.
എന്റെ നമ്പർ ചോദിച്ചവർക്ക് ഞാൻ അത് ചാറ്റിൽ അയച്ചു. സോ 7021781662. നിങ്ങൾ മിക്ക ആൾക്കാരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് സൂം ലിങ്ക് കിട്ടിയിട്ടുള്ളത്. സോ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അഡ്മിൻസ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 4 അഡ്മിൻസ് ആണ് ഉണ്ടാവുക. അതിൽ രണ്ട് ഇതിൽ ഒരേ പ്രൊഫൈൽ പിക്ചർ ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. രണ്ടും എന്റെ നമ്പർ തന്നെയാണ്. എന്റെ ഫേസ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു പരിചയമുണ്ടല്ലോ ഏകദേശം. ആ ഒരു ഫേസുള്ള ആളെ മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 702178 ഞാൻ അത് ഓൾഡല്ല 7021781662. ഇതാണ് എന്റെ നമ്പർ. ഓക്കെ. ഇനി ഈ ഒരു ബുക്കിന്റെ ഓതറുടെ പേര് ആക്ച്വലി എന്റെ കയ്യിൽ എനിക്ക് ഈ ഒരു PDF ഇല്ല. ഞാൻ ഈ ഒരു PDF ആണ് യൂസ് ചെയ്യാറ്. സോ ഈ ഒരു ബുക്കിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ജാമിന്റെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും കവേർഡ് ആയിട്ടുണ്ട്. ഇതിൽ തിയറിക്ക് ഒരുപാട് ഫോക്കസ് ഇല്ല, തിയറി കുറച്ചേ ഉള്ളൂ. സോ തിയറി നല്ല ഡെപ്തിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഓരോ സബ്ജക്റ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള ബുക്സ് എടുക്കണം. സോ അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞു. പിന്നെ ജാമിന്റെ കട്ട് ഓഫ് ചോദിച്ചു IIT ബോംബെയുടെ. സോ അത് നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ പറ്റും. സോ IIT ജാം കട്ട് ഓഫ് എന്ന് വെച്ചാൽ തന്നെ മിക്കവാറും വരേണ്ടതാണ്. ഒരു PDF വരും. IIT ഗുവാഹട്ടിയുടെ ഒരു വെബ്സൈറ്റ് 2022 IIT റൂർക്കിയുടെ വെബ്സൈറ്റ് ആണ്. 2022 ഫസ്റ്റ് റൗണ്ട് നമ്മൾ ജാം ക്ലിയർ ചെയ്തതിനു ശേഷം ഒന്നിലധികം റൗണ്ട്സ് ഉണ്ടാവും അഡ്മിഷന്റെ. സാധാരണ 5 റൗണ്ട് ഒക്കെയാണ് ഉണ്ടാവുന്നത്. സോ ഇതിലിതാ IIT ബോംബെ മാത്തമാറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ ഇതാണ് IIT ബോംബെ മാത്തമാറ്റിക്സ്. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ കട്ട് ഓഫ് കാണാൻ പറ്റും ഓരോ കാറ്റഗറിയുടെയും. സോ ഇതില് ജനറലിന്റെ കട്ട് ഓഫ് വരുന്നത് ക്ലോസിംഗ് 30 ആണ്, 30 ആണ്. പിന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന റിസർവേഷൻ ഉള്ളവർക്ക് 55 ആണ് കട്ട് ഓഫ് വരുന്നത്. ആൻഡ് OBC NCLകാർക്ക് 111 ആണ്. ആൻഡ് ദെൻ SC 883 ആൻഡ് SC 1620. ഇതൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. ഓക്കെ. സോ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന കാര്യമാണ്. ഇനി IIT ബോംബെ ആണ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വരുന്നത് MSc മാത്സിൽ. ഓക്കെ. സോ അതുകൊണ്ടാണ് ഇത്രയും കട്ട് ഓഫ് ഹൈ. എന്നാൽ നമ്മുടെ നാടിനൊന്നും കൂടെ അടുത്ത് കിടക്കുന്ന നല്ലൊരു ഓൾഡ് IIT എന്ന് പറയുന്നത് ഏറ്റവും പഴയ IITകൾ മദ്രാസ്, ബോംബെ, പിന്നെ ഡൽഹി, അതുപോലെ ഖരഗ്പൂർ ഒക്കെയാണ്. പിന്നെ കാൺപൂർ നല്ല IIT ആണ്. സോ നമ്മുടെ നാട്ടിന്റെ അടുത്തുള്ളത് ശരിക്കും മദ്രാസ് ആണ്. മദ്രാസിന്റെ കട്ട് ഓഫ് ഇതിനേക്കാളൊക്കെ കുറവാണ് റിലേറ്റീവ്ലി. സോ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കൂടുതലും നല്ല റാങ്കുകൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. സോ അവര് യൂഷ്വലി എന്ത് ചെയ്യില്ല, സൗത്ത് ഇന്ത്യയിലോട്ട് മദ്രാസ് വരെ പഠിക്കാൻ വേണ്ടി വരാൻ പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു കാരണമേ പ്രധാനമായിട്ട് മദ്രാസും ബോംബെ തമ്മിൽ ഡിഫറൻസ് ഉള്ളൂ. അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നും ഈ 2 IITസും തമ്മിലില്ല. രണ്ടും പഴയ IITs ആണ്, വലിയ IITs ആണ്. ബട്ട് കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ ജനറലിന് 144 ആണ് കട്ട് ഓഫ് IIT മദ്രാസില്. OBCക്ക് ആണെങ്കിൽ 292 ആണ്. സോറി, EWSന് OBCക്ക് 400 റേഞ്ചിലൊക്കെയാണ്. ഓക്കെ. ഇനി SCക്ക് 1300 ആൻഡ് HTക്ക് 2500 ആ റേഞ്ചിലൊക്കെയാണ്. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് തന്നെ സംസാരിക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ. ബൈ ദ വേ, മെർവിൻ ചോദിച്ചിരുന്നല്ലോ അല്ലെ, MSc ഫസ്റ്റ് ഇയർ ഉള്ളവർക്ക് എഴുതാൻ പറ്റുമോ ജാമിന്? ജാം എഴുതാൻ പറ്റും, അതുപോലെ അഡ്മിഷൻ എടുക്കാനും പറ്റും. സോ നിങ്ങൾക്ക് MSc ഫസ്റ്റ് ഇയർ ചെയ്യുകയാണെങ്കിലും ആ MSc ഫസ്റ്റ് ഇയർ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ IITയിൽ വേറെ MScയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അത് പോസിബിൾ ആണ്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഹോപ്പ്ഫുള്ളി നിങ്ങൾ നമ്മുടെ കോഴ്സിന്റെ പാർട്ടാകും. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ കാണാമെന്ന് വിചാരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാതെ ലീവ് ചെയ്യാം. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ക്ലാസ് കേട്ടതിന്, നമ്മുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന് ഒരുപാട് രജുന, ഷെഹനാസ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാം, അല്ലാതെ ലീവ് ചെയ്യാവുന്നതാണ്. ഐഫോൺ ആരാന്ന് അറിയില്ല. ഐഫോണിനും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാതെ ലീവ് ചെയ്യാം. ഓക്കെ, ശരി എന്നാ അനുരാഗേട്ടാ, താങ്ക്സ് എ ലോട്ട്. നമുക്കെന്നാ മീറ്റിംഗ് ഒരു 5 സെക്കൻഡിൽ മീറ്റിംഗ് ക്ലോസ് ചെയ്യാണ്.